ഗുഡ് ഈവനിങ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ യേശുക്രിസ്തു ജീവിതവും ഉപദേശങ്ങളും എന്നുള്ള പുസ്തകത്തിൻ്റെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് ചുരുക്കമായിട്ട് 4ഉം 5ഉം ചാപ്റ്റേഴ്സ് വേഗത്തിലൊന്ന് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് നമുക്ക് മുൻപോട്ട് പോകാം. 4ാമത്തെ ചാപ്റ്റർ യേശുവിൻ്റെ ജനനവും വളർച്ചയും എന്നുള്ള ടൈറ്റിലാണ്. അപ്പോൾ അത് ആരംഭിക്കുന്നത് വംശാവലിയെപ്പറ്റി, ജീനിയോളജിയെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു 4 സുവിശേഷങ്ങളിൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും മാത്രമാണ് ജീനിയോളജി, വംശാവലി നമുക്ക് കാണുവാനായിട്ട് പറ്റുന്നത്. ഈ 2 ജീനിയോളജിയും, ഈ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്ന ജീനിയോളജിയും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്ന ജീനിയോളജിയും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുള്ളത് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ അത് അബ്രഹാമുമായിട്ടുള്ള കണക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ആരംഭിക്കുകയും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ആദാമിൽ നിന്ന് ആ വംശാവലി കണക്ട് ചെയ്യുകയും ചെയ്യുന്ന, അത് ആ സുവിശേഷത്തിൻ്റെ ഓഡിയൻസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട്, മത്തായിയുടെ സുവിശേഷം കൂടുതലും ഒരു ജൂവിഷ് ക്രിസ്ത്യൻസിനെ ഉദ്ദേശിച്ച് എഴുതിയതായതുകൊണ്ട് യഹൂദന്മാരുടെ പിതാവായ അബ്രഹാമുമായിട്ട് ആ വംശാവലി കണക്ട് ചെയ്യുകയും, എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം കുറച്ചുകൂടി ജെൻറ്റൈലായിട്ടുള്ള, വിജാതീയരായിട്ടുള്ള ആളുകൾ, വിശ്വാസം സ്വീകരിച്ച് വന്നിട്ടുള്ള ആളുകളെ ഫോക്കസ് ചെയ്യുന്നതായതുകൊണ്ട് ആദാമിലേക്ക് ജീനിയോളജി കണക്ട് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പം ഇന്ന് ഈ വംശാവലിയെ പറ്റി പറയുമ്പം വംശാവലിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നമ്മൾ പെട്ടെന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. വംശാവലി നമുക്കത് വായിക്കുമ്പം, സത്യത്തിൽ ഇന്ന് നമ്മളത് വായിക്കുമ്പം അത് വളരെ ബോറായിട്ട് തോന്നും. ഇങ്ങനെ പേരുകളുടെ ആവർത്തനമാണ്. ഓരോ പേരുകൾ, പിതാവിൻ്റെ പേര്, വല്യപ്പച്ചൻ്റെ പേര്, അങ്ങനെ കണക്ട് ചെയ്ത് പോവുകയാണ്. വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു നറേഷനായിട്ട് നമുക്ക് തോന്നും. പക്ഷേ പിന്നെയും എന്തുകൊണ്ടാണ് വേദപുസ്തകത്തിൽ അത് എഴുതിയിരിക്കുന്ന, കർത്താവിൻ്റെ വംശാവലി എന്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജൂവിഷ് ട്രഡീഷനിൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വംശാവലി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ ജീവചരിത്രങ്ങളെല്ലാം, ഏത് മഹാനായ വ്യക്തിയുടെ യഹൂദൻ്റെ ജീവചരിത്രം എഴുതിയാലും അല്ലെങ്കിൽ യഹൂദ പുരുഷന്മാരിൽ ആരുടെ ജീവചരിത്രം എഴുതിയാലും അതെല്ലാം വംശാവലി പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. കാരണം അവർക്ക് വംശാവലി അത്ര പ്രധാനപ്പെട്ടായിരുന്നു. ഒന്ന് രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഈ യഹൂദരല്ലാത്ത ആളുകളുമായിട്ട് സമ്പർക്കം ചെയ്യുക എന്ന് പറയുന്നത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം വളരെ മോശപ്പെട്ട കാര്യമായിട്ടാണ് കരുതുന്നത്. അപ്പോൾ ഈ വംശാവലിയിൽ എവിടെയെങ്കിലും യഹൂദന്മാരല്ലാത്ത പുറജാതികളുമായോ മറ്റ് ദേശക്കാരുമായോ വിവാഹബന്ധം ഈ വംശാവലിയിൽ, ഇവരുടെ പാരമ്പര്യത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ പ്യൂരിറ്റി അല്ലെങ്കിൽ അവരുടെ ശുദ്ധി കുറവുള്ളതായിട്ട്, മോശം കാര്യമായിട്ടൊക്കെയാണ് യഹൂദന്മാർ കരുതിയിരുന്നത്. അവർ ആ ഒരു വംശത്തിൻ്റെ, ഒരു റേസിൻ്റെ പ്യൂരിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതിയിരുന്ന ഒരു ജനവിഭാഗമാണ്. അതുകൊണ്ടാണ് വംശാവലി ഇങ്ങനെ എഴുതി വെക്കുന്നത്. ഇത് യാതൊരു കലർപ്പുമില്ലാത്ത യഹൂദ പാരമ്പര്യത്തിൽ, അതേ രക്തത്തിൽ തന്നെ ഉള്ള വ്യക്തിയാണ് എന്ന് ഊന്നൽ നൽകുവാൻ വേണ്ടിയാണ് യഹൂദന്മാർ ഈ വംശാവലിക്ക് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. യഹൂദേതര, അതായത് യഹൂദന്മാരല്ലാത്ത രക്തമുള്ളവരെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിവാഹബന്ധത്തിൽ മറ്റ് വിജാതീയരായ ആളുകളുമായിട്ട് വിവാഹബന്ധം ഏർപ്പെട്ടിട്ടുള്ള പാരമ്പര്യം ഇവരുടെ ഭവനത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വളരെ അവജ്ഞയോടെയാണ് യഹൂദന്മാർ കണ്ടിരുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, നമ്മൾ പറഞ്ഞു, എല്ലാ ജീവചരിത്രങ്ങളും യഹൂദന്മാർ ആരംഭിക്കുന്നത് വംശാവലി പറഞ്ഞുകൊണ്ടാണ്, അവരുടെ ആ ട്രഡീഷൻ കാണിച്ചുകൊണ്ടാണ്. 2, ഇത് പ്യൂരിറ്റി, അവരുടെ ആ യഹൂദ രക്തമാണ്, ഇതിലെങ്ങും കലർപ്പില്ലാത്ത യഹൂദ റേസ്, അത് പ്യൂറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തിയാണ്, കുടുംബമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവരിത് പറയുന്നത്. 3, ഈ യഹൂദന്മാരുടെ എല്ലാം ഇവരുടെ വംശാവലി സെന്നിദ്രീം സംഘത്തിൽ അവർ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഈ വംശാവലിയിലെങ്ങും നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ കലർപ്പില്ലാതെ പ്യുവറായിട്ടുമായി ജൂയിഷ് ട്രഡീഷനിൽ തന്നെ, കുടുംബങ്ങളിൽ തന്നെ ജനിച്ചു വരുന്നവർക്ക് മാത്രമേ, അങ്ങനെ തെളിയിക്കാൻ കഴിയുന്ന കുടുംബങ്ങളിൽ മാത്രമേ ദൈവത്തിൻ്റെ തേജസ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് യഹൂദന്മാർ കരുതിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെന്നിദ്രീം സംഘത്തിൽ ഇവരുടെ ജീനിയോളജി, വംശാവലി എഴുതി, എല്ലാ വ്യക്തികളുടെയും എഴുതി സൂക്ഷിച്ചു വെക്കുന്നതായ ഒരു പതിവും അവർക്ക് ഉണ്ടായിരുന്നു. 4ാമതായിട്ട്, കർത്താവിൻ്റെ ഈ വംശാവലി എഴുതുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഇവർ ഈ വംശാവലിക്ക് ഇത്ര ഇമ്പോർട്ടൻസ് യഹൂദന്മാർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ മശിഹ, നമുക്കറിയാം യഹൂദന്മാരൊരു മശിഹ, രക്ഷകൻ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു.
അതുകൊണ്ട് തന്നെ ആ വരുന്ന മശിഹ ഈ വംശാവലിയിൽ ഉൾപ്പെട്ട വ്യക്തിയായിരിക്കും. യാതൊരു യഹൂദേതര കലർപ്പുമില്ലാതെ പ്യുവറായിട്ടുള്ള ജൂവിഷ് റേസിൽ ഉൾപ്പെട്ട വ്യക്തിയായിരിക്കും എന്നവർ പ്രതീക്ഷിക്കുകയും അങ്ങനെയുള്ള ആളെ മാത്രമേ അവർ മശിഹായായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ വംശാവലി, കർത്താവിൻ്റെ ജീവചരിത്രവും സുവിശേഷകർ വംശാവലി പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ പ്രതീക്ഷ പോലെ തന്നെ ദാവീദിൻ്റെ ഗോത്രത്തിൽ അബ്രഹാമിൻ്റെ സന്തതിയായിട്ട്, അബ്രഹാമിൻ്റെ ലീനിയേജിൽ, ദാവീദിൻ്റെ ലീനിയേജിൽ പിറന്ന ഒരു മനുഷ്യനായിട്ട് കർത്താവിൻ്റെ പറ്റി അത് പറയുകയും ആ വംശാവലി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് വംശാവലിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത്, നമുക്കറിയാം കർത്താവ് ജനിച്ചത് ദൈവത്തിൻ്റെ ഒരു വലിയ ദൈവാത്മാവിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്. മറിയ യോസഫുമായിട്ട് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന നാളിൽ തന്നെ ദൈവം മറിയയിൽ ഇറങ്ങി വസിക്കുകയായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ യോസഫ് കർത്താവിൻ്റെ വളർത്തച്ഛനാണ്, ബയോളജിക്കൽ ഫാദർ അല്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുക മറിയയുടെ വംശാവലിയാണ് ഇവിടെ എഴുതേണ്ടത് എന്നുള്ളത്. എന്നാൽ രണ്ടുപേരും ജോസഫിൻ്റെ വംശാവലിയാണ് എഴുതുന്നത്. കാരണം സമൂഹം കർത്താവിനെ ജോസഫിൻ്റെ മകനായി അംഗീകരിച്ചിരുന്നത് കൊണ്ട് ഈ 2 സുവിശേഷങ്ങളിലും ജോസഫുമായിട്ടുള്ള പിതാവിൻ്റെ ആ ലീനിയേജിലുള്ള വംശാവലിയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഓക്കെ, അത് നമുക്ക് വിട്ട് അടുത്ത പോർഷനിലേക്ക് പോകാം. ഇവിടെ യേശുവിൻ്റെ ജനനത്തെ പറ്റിയാണ് പറയുന്നത്. യേശുവിൻ്റെ ജനനത്തിൻ്റെ കാലഘട്ടം റോമൻ എംപറർ, റോമൻ ചക്രവർത്തി എന്ന് പറയുന്നത് അഗസ്റ്റസ് സീസറാണ്, അഗസ്തോസ് കൈസറാണ് റോമൻ ചക്രവർത്തിയായിട്ട്, എംപററായിട്ട് അവിടെ ഭരണം നിർവഹിക്കുന്നത്. അപ്പം ഈ ദേശത്തിൽ ഈ ചക്രവർത്തിയുടെ കീഴിലുള്ള എല്ലാ ദേശങ്ങളിലും ഒരു സെൻസസ് എടുക്കണമെന്ന്, കാനേഷ്മാരി എന്ന് പറയുന്നത് സെൻസസ്, നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന സെൻസസ് എടുക്കണമെന്ന് സീസറിൻ്റെ ഒരു കൽപ്പനയുണ്ടായി, അഗസ്റ്റസ് സീസറിൻ്റെ ഒരു കൽപ്പനയുണ്ടായി. ഇത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഈ സെൻസസ് എടുത്തിട്ട് അതിന് പ്രകാരം ടാക്സ് വർദ്ധിപ്പിക്കുകയും ടാക്സ് നിശ്ചയിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സെൻസസ് എടുക്കുന്നത്. ഇപ്പോൾ കർത്താവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ ഈ കൈസറുടെ ഈ സെൻസസ് എടുക്കുവാനായിട്ടുള്ള കൽപ്പന വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സെൻസസ് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? യഹൂദന്മാരുടെ സെൻസസ് എടുക്കാൻ വേണ്ടി എല്ലാ യഹൂദന്മാരും അവരുടെ കുലത്തിന് നൽകപ്പെട്ടിട്ടുള്ള ഓരോ കുലത്തിനും ഓരോ ദേശം പൈതൃകമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പം അവരവരുടെ കുലത്തിൻ്റെ ദേശത്തിലോട്ട് അവർ പോയി അവിടെ സെൻസസിൽ പേര് ചേർക്കേണ്ടത് ആവശ്യമായിരുന്നു. അപ്പോൾ ജോസഫ് വളരെ ദരിദ്രനായ ഒരു മനുഷ്യനായിരുന്നെങ്കിലും ജോസഫിൻ്റെ ലീനിയേജ് ദാവീദുമായിട്ട് ബന്ധപ്പെട്ട, ദാവീദിൻ്റെ ആ ലീനിയേജിലാണ് ജോസഫും വരുന്നത്. അതുകൊണ്ട് തന്നെ ദാവീദിൻ്റെ ലീനിയേജിൽപ്പെട്ട ദേശത്തേക്ക്, ബേത്ലഹേമിലേക്ക് ജോസഫും മറിയയും കൊണ്ട്, ഇപ്പം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഗർഭിണിയായിരിക്കുന്ന മറിയയും കൊണ്ട് ഈ സെൻസസിൽ പങ്കെടുക്കാൻ വേണ്ടി, അതിൽ പേര് ചേർക്കാനായിട്ട് ബേത്ലഹേമിലേക്ക് ജോസഫ് യാത്രയാകുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. വേറെ ദൂരം, ഏതാണ്ട് 85 മൈൽ, അപ്പോൾ 100-120 കിലോമീറ്ററോളം ദൂരം യാത്ര ചെയ്ത് ഗർഭിണിയായിരിക്കുന്ന മറിയയുമായിട്ട് ഈ സെൻസസിൽ പേര് ചേർക്കാനായിട്ട് ജോസഫ് എന്ത് ചെയ്യുകയാണ്? ബേത്ലഹേമിലേക്ക് യാത്രയാണ്. ഈ ബേത്ലഹേമിലേക്കുള്ള യാത്രയുടെ മധ്യത്തിലാണ് മറിയയ്ക്ക് പ്രസവത്തിനുള്ള സമയമാവുകയും അവിടെ നമ്മൾ കാണുന്നുണ്ട് ഈ സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ദേശങ്ങളിലും, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു യഹൂദന്മാർ ആ കാലത്ത് എല്ലാ ദേശത്തും ചിതറി പാർക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവരെല്ലാം എന്ത് ചെയ്യണം? അവരുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരണം ഈ സെൻസസിൽ പേര് ചേർക്കാനായിട്ട്. അപ്പം ഈ വിദൂര ദേശങ്ങളിൽ പോയിരിക്കുന്ന എല്ലാ യഹൂദന്മാരും മടങ്ങി വരുന്നത് കൊണ്ട് തന്നെ ഈ ദേശങ്ങളും അവരുടെ വഴിയമ്പലങ്ങളും സത്രങ്ങളും എല്ലാം ആളുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജോസഫിന്, നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്, ജോസഫിനും മറിയയ്ക്കും രാത്രി പാർക്കുവാനായിട്ട് വഴിയമ്പലത്തിൽ സ്ഥലം ലഭിച്ചില്ല എന്ന് പറയുന്നത്. ഒന്ന് ഇവർ വളരെ ദരിദ്രരായ മനുഷ്യരാണ്. ഇവരുടെ കാഴ്ചയിൽ തന്നെ ഈ ഇത്രയും തിരക്കുള്ള സമയത്ത് ഈ ദരിദ്രരായ മനുഷ്യരെ, അതും ഗർഭിണിയായ ഭാര്യയോടുകൂടി വരുന്ന ഈ മനുഷ്യനെ സ്വീകരിച്ച് എന്തിനാണ് തങ്ങളൊരു ബുദ്ധിമുട്ടെടുക്കുന്നത് എന്ന് സത്രം നടത്തുന്നവരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. മാത്രമല്ല അത്രയേറെ തിരക്കുള്ള സമയമാണ്, അതുകൊണ്ട് ഇവർക്ക് താമസിക്കുവാനായിട്ടൊരു സ്ഥലം കിട്ടുന്നില്ല. അങ്ങനെയാണ് പശുത്തൊട്ടിയിൽ ജോസഫ് തന്നെ ഒരു സ്ഥലം കണ്ടെത്തുകയും അവിടെ വെച്ച മറിയ തൻ്റെ ആദ്യജാതനായ യേശുവിന് ജനനം നൽകുകയും കർത്താവിനെ ശീലകൾ ചുറ്റി തുണി കൊണ്ട് പൊതിഞ്ഞ് പശുത്തൊട്ടിയിൽ കിടത്തി എന്നൊക്കെ നമ്മൾ വായിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മളിതൊക്കെ വായിക്കുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതിനുശേഷം നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ലോകത്തിൽ ഏറ്റവും വലിയ അത്ഭുതം നടന്ന ഒരു സമയമായിരുന്നു. എന്താ അത്ഭുതം എന്ന് പറയുന്നത്? ദൈവം മനുഷ്യനായിട്ട് ജനിച്ചു. ഇതിലും വലിയ മറ്റൊരു അത്ഭുതം ഇനി ലോകത്തിൽ നടക്കാനായിട്ടില്ല. ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാൻ തക്കവണ്ണം, നേടിയെടുക്കുവാൻ തക്കവണ്ണം ദൈവം തന്നെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചു. ഈ വലിയൊരു അത്ഭുതം, അതിൻ്റെ ഒരു പാരഡോക്സ് എന്ന് പറയുന്നത്, ഇത്ര വലിയൊരു അത്ഭുതം ലോകത്തിൽ നടക്കുന്നത് ലോകത്തിലെ പ്രഭുക്കന്മാരോ ഭൂരിഭാഗം മനുഷ്യരോ അത് അറിയുന്നില്ല എന്നുള്ളൊരു പാരഡോക്സ് അവിടെയുണ്ട്. എന്നാൽ ആർക്കാണ് ഇതിൻ്റെ അറിവ് കിട്ടുന്നത്? വളരെ സാധാരണക്കാരായ ചില മനുഷ്യർക്ക് ഇതിനെപ്പറ്റി അറിവ് കിട്ടുന്നുണ്ട്. ഒന്നാമത്തേതാര ആട്ടിടയന്മാരാണ്. ആട്ടിടയന്മാരെന്ന് പറയുന്നത് വളരെ ദരിദ്രരായി മറ്റുള്ളവരുടെ മുതലാളിമാരായ ആളുകളുടെ ആടുകളെ കൂലിക്ക് ആ ആടുകളെ മേയിച്ച് രാത്രി ഈ ആടുകളെ സംരക്ഷിച്ച് പുറംപോക്കിൽ കഴിയുന്ന ആളുകളാണ്. ഈ മഞ്ഞും വെയിലുമൊക്കെ സഹിച്ചുകൊണ്ട് പുറംപോക്കിൽ കഴിയുന്നതായ ദരിദ്രരായ ആളുകളാണ്. അപ്പോൾ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർക്കും വലിയ വലിയ ആളുകൾക്കും ജ്ഞാനികൾക്കുമൊക്കെ അറിയാതെ പോയ, ഭൂരിഭാഗം ജനത്തിനും അറിയാതെ പോയ ഈ വലിയ സംഭവം അറിയുന്നതിൽ ഒരു കൂട്ടർ സാധാരണക്കാരായ ദരിദ്രരായ ഈ ആട്ടിടയരാണ് എന്നുള്ളത് നമുക്ക് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതിൻ്റെ വേറൊരു കണക്ഷൻ, ദാവീദിൻ്റെ പുത്രനായിട്ട് കർത്താവ് ജനിക്കുമ്പോൾ ദാവീദ് രാജാവാകുന്നതിന് മുൻപ് ദാവീദും ഒരു ആട്ടിടയനായിരുന്നു. അപ്പോൾ ദാവീദിൻ്റെ പുത്രനായി ജനിച്ച മശിഹായെ പറ്റി ആദ്യം അറിവ് കിട്ടുന്നത് ആട്ടിടയന്മാർക്കാണ് എന്നുള്ള ശ്രദ്ധേയമായ ഒരു കാര്യവും അവിടെ നമുക്ക് സുവിശേഷത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തൊഴിലാളികളായ ആളുകൾ, സമൂഹത്തിൻ്റെ ഒരുപക്ഷെ താഴേക്കിടയിലുള്ള ആളുകൾ, ഇങ്ങനെയുള്ളവർക്കാണ് ആദ്യം കർത്താവിൻ്റെ ജനനത്തെ പറ്റി അറിവ് ലഭിക്കുന്നത്. അതുപോലെ കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഭൂരിഭാഗം ആളുകളും സാധാരണക്കാരായ തൊഴിലാളികളായിരുന്നു, മീൻപിടുത്തക്കാരായിരുന്നു. അങ്ങനെയുള്ള ഒരു ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുമുള്ള ആളുകളായിരുന്നു. അപ്പോൾ സമൂഹത്തിൻ്റെ മറ്റാരും ശ്രദ്ധിക്കാതെ ഏറ്റവും താഴേക്കിടയിലുള്ള തൊഴിലാളി വർഗത്തിൻ്റെയും പ്രയാസപ്പെടുന്നവരെയും കഷ്ടപ്പെടുന്നവരുടെയും ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുടെയും ഒക്കെ മധ്യത്തിലാണ് കർത്താവിൻ്റെ ജനനം നടക്കുന്നതും അവരിൽ ഒരുവനായി കർത്താവ് ജനിക്കുകയും തന്നോടുകൂടി അവരെ കൂട്ടുകയും തൻ്റെ ജനനത്തെ പറ്റിയുള്ള സദ്വാർത്ത അവരെ ആദ്യം അറിയിക്കുകയും ചെയ്തു എന്നൊക്കെ ഉള്ളത് ഒരു വലിയ വിപ്ലവകരമായ ഒരു കാര്യമായിട്ട്, സുവിശേഷത്തിൻ്റെ ഒരു വലിയ വിപ്ലവകരമായ ഒരു അനുഭവമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ജനനത്തോട് ചേർന്ന് ആട്ടിടയന്മാർക്ക് ദൈവദൂതൻ പ്രത്യക്ഷനായി ഈ കർത്താവിൻ്റെ ജനനത്തെപ്പറ്റി അറിയിക്കുന്നു. അവർ ബന്ധപ്പെട്ട് വന്ന് കർത്താവിനെ കാണുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അതിനുശേഷം കർത്താവിൻ്റെ ജീവിതത്തിൽ പിന്നെ നടക്കുന്ന ഒരു കാര്യം എന്താ? 8ാമത്തെ ദിവസം നടക്കുന്ന പരിച്ഛേദനയാണ്. അത് എല്ലാ യഹൂദ ആൺകുട്ടികളും ജനിച്ചു കഴിഞ്ഞാൽ 8 ദിവസമാകുമ്പോൾ അവരെ സർക്കംസൈസ് ചെയ്യണം, പരിച്ഛേദന കഴിക്കണമെന്നുള്ളത് യഹൂദന്മാരുടെ നിയമമാണ്. അങ്ങനെ ഈ പരിച്ഛേദന കഴിക്കുന്നതോടുകൂടിയാണ് യഹൂദ ജനത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു ഭാഗമായിട്ട് ഈ കുട്ടി മാറുന്നത്, ഒരു പ്രൈം മെമ്പറായിട്ട് അവർ മാറുന്നത്, അല്ലെ? മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കുഞ്ഞ് മാമോദീസ മുങ്ങുന്നതിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ പറയും സഭയുടെ അംഗത്വത്തിലേക്ക്, കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗത്വത്തിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ സമാനമായിട്ട് യഹൂദ കുലത്തിൽ ജനിക്കുന്ന ഒരു ആൺകുട്ടി 8ാമത്തെ ദിവസം ന്യായപ്രമാണ പ്രകാരം പരിച്ഛേദന ഏൽക്കുന്നതോടുകൂടിയാണ് ആ സമൂഹത്തിൻ്റെ അംഗമായിട്ട് മാറുന്നത്. അപ്പോൾ കർത്താവിനെയും 8ാമത്തെ ദിവസം അവൻ്റെ അമ്മയപ്പന്മാർ അവരുടെ പാരമ്പര്യ പ്രകാരം കൊണ്ടുപോയി പരിച്ഛേദന കഴിക്കുന്നുണ്ട്. യേശു എന്നാണ് കർത്താവിന് പേര് കൊടുക്കുന്നത്. അത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. യേശു എന്നും യോശുവ എന്നും ഒക്കെ പറയുന്നത് ഒരേ വാക്ക് തന്നെയാണ്, ഒരേ പേര് തന്നെയാണ്. അത് പൊതുവെ യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പേര് കൂടിയാണ്. യഹോവ രക്ഷയാകുന്നു എന്ന ആ വാക്കിൻ്റെ അർത്ഥം. യോശുവ എന്ന വാക്കാണെങ്കിലും യേശു എന്ന വാക്കാണെങ്കിലും രണ്ടും ഒരേ വാക്കാണ്. എൻ്റെ അർത്ഥം യഹോവ രക്ഷയാകുന്നു എന്നുള്ളതാണ്. അതിനുശേഷം 8ാമത്തെ ദിവസം പരിച്ഛേദന കഴിയുന്നു. പിന്നെ കർത്താവിൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്താ? ഈ ഡെലിവറി കഴിഞ്ഞാൽ, കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഇത്ര നാൾ, ആൺകുട്ടിയാണെങ്കിൽ ഇത്ര നാൾ അമ്മ അശുദ്ധയാണ് എന്നുള്ള ഒരു ചിന്ത യഹൂദന്മാർക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിയുമ്പോഴാണ് അശുദ്ധി മാറുവാൻ തക്കവണ്ണം ദേവാലയത്തിൽ പോയി ചില യാഗങ്ങളൊക്കെ കഴിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുള്ള പതിവുകളുണ്ട്. അപ്പോൾ കർത്താവിനെയും എന്ത് ചെയ്തു? മറിയയുടെ ശുദ്ധീകരണ പ്രത്യേക പീരീഡ് കഴിഞ്ഞപ്പോൾ, ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ യേശു കുഞ്ഞിനെയും കൊണ്ട് യോസഫും മറിയയും എവിടേക്ക് പോകുന്നുണ്ട്? ദേവാലയത്തിലേക്ക് പോകുന്നുണ്ട്. ദേവാലയത്തിലേക്ക് പോയി അവിടെ യാഗം കഴിക്കണം. എന്നാൽ യാഗം കഴിക്കാനായിട്ട് സാധാരണ നമുക്കറിയാം ആട്ടിൻകുട്ടിയാണ് യാഗം കഴിക്കുന്നത്. എന്നാൽ ദരിദ്രരായ ആളുകൾക്ക് ഈ ആട്ടിൻകുട്ടിയെ വാങ്ങുവാൻ തക്കവണ്ണം
സാമ്പത്തികമില്ലാത്ത ആളുകൾ, ദരിദ്രരായ ആളുകൾ അതിന് പകരമായിട്ട് പ്രാവിനെ, വില കുറവുള്ള പ്രാവിനെ വാങ്ങി യാഗം കഴിക്കുവാനായിട്ട് അനുവാദമുണ്ടായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ കുടുംബവും ജോസഫിൻ്റെയും മറിയം ഉൾപ്പെടുന്ന മാതാപിതാക്കളും ദരിദ്രരായ വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അവരും ഈ ആട്ടിൻകുട്ടിയെ വാങ്ങുവാൻ തക്കവണ്ണം സാമ്പത്തികമില്ലാത്തത് കൊണ്ട് പ്രാവിനെ യാഗം കഴിക്കുവാനായിട്ടാണ് ദേവാലയത്തിലേക്ക് വരുന്നത്. ഇവിടെ നമ്മൾ മുൻപേ പറഞ്ഞ ഒരു പാരഡോക്സ് ഉണ്ട്. ദേവാലയത്തിലേക്ക് കർത്താവിൻ്റെ ഒരു വലിയ പ്രവേശനമാണ്. മാതാപിതാക്കൾ കുഞ്ഞിനെയും കൊണ്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശരിക്കും അവിടേക്ക് പ്രവേശിക്കുന്നത്? ചുറ്റുമുള്ള മനുഷ്യർ, അവിടെയുള്ള പുരോഹിതരും മറ്റു മനുഷ്യരും ഒക്കെ കാണുന്നത് ദരിദ്രരായ രണ്ട് വ്യക്തികൾ ഒരു കുഞ്ഞിനെയും കൊണ്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ശരിക്കും അവിടെ സംഭവിക്കുന്നത് എന്താ? ഈ ദേവാലയത്തിൻ്റെ നാഥനാണ്, ദേവാലയത്തിൻ്റെ രാജാവാണ്. ആ ദേവാലയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭവനമാണ്. ആരുടെ ഭവനമാണോ ആ ഭവനത്തിൻ്റെ ഉടമസ്ഥനാണ് ഒരു കുഞ്ഞെന്ന പോലെ അവിടെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത്. കർത്താവിൻ്റെ ദേവാലയ പ്രവേശം എന്നൊക്കെ അതിനെ പറയാറുണ്ട്. ഇത് അവിടെയുള്ള ദേവാലയത്തിൻ്റെ നടത്തിപ്പുകാരായ പുരോഹിതന്മാർക്കോ അവിടെയുള്ള പ്രമാണികൾക്കോ ആർക്കും ഇത് തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. ആ ദേവാലയത്തിൽ അവർ ശുശ്രൂഷ ചെയ്യുമ്പോൾ പോലും ആ ദേവാലയത്തിൻ്റെ ഉടമസ്ഥനായ ദൈവമാണ് ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് അവിടെയുള്ള ആർക്കും തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ മുൻപേ പറഞ്ഞ പോലെയുള്ള ഒരു പാരഡോക്സാണ്. ലോകത്തിലൊരു വലിയ അത്ഭുതം നടന്നിട്ട് ലോകത്തിലെ വലിയ ആളുകളൊന്നും അത് തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നത് പോലെയുള്ള ഒരു പാരഡോക്സാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ രണ്ട് സാധാരണക്കാരായ വ്യക്തികളാണ് അവിടെ കർത്താവിനെ തിരിച്ചറിയുന്നത്. അവരുടെ പേര് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഹന്ന എന്ന് പറയുന്ന പ്രവാചകയും ശിമയോൻ എന്ന് പറയുന്ന വൃദ്ധനായ മനുഷ്യനും. ഇവർ രണ്ടുപേരുമാണ് കർത്താവിനെ തിരിച്ചറിയുവാനായിട്ട് ഇടയാവുന്നത്. അതിനെപ്പറ്റി പറയുന്നുണ്ട്, ഇവർ സാധാരണക്കാരായ മനുഷ്യനായിരുന്നു. ശിമയോൻ എന്ന് പറയുന്നത് വളരെ പ്രായം ചെന്നതായ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ദൈവാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ച, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ച നീതിമാനായ മനുഷ്യനായിരുന്നു, പരിശുദ്ധാത്മാവുള്ളവനായിരുന്നു എന്ന് ശിമയോനെ പറ്റി വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ശിമയോന് ദൈവത്തിൽ നിന്നൊരു ഉറപ്പ് ലഭിക്കുന്നുണ്ട്. മശിഹായെ കണ്ടിട്ട് മാത്രമേ നീ മരിക്കുകയുള്ളൂ. നീ മരിക്കുന്നതിന് മുൻപ്, അതായത് മശിഹായെ നിൻ്റെ കണ്ണുകൊണ്ട് നീ കണ്ടതിന് ശേഷം മാത്രമേ മരിക്കുകയുള്ളൂ എന്ന് ശിമയോന് ദൈവത്തിൽ നിന്ന് നേരത്തെ തന്നെ ഒരു ഉറപ്പ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിനെയും കൊണ്ട്, കുഞ്ഞിനെയും കൊണ്ട് മാതാപിതാക്കൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ശിമയോൻ ഇത് കാണുകയും ഈ കുഞ്ഞ് മശിഹായാണെന്ന് തിരിച്ചറിഞ്ഞ് കുഞ്ഞിനെ കൈകളിലെടുത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഒക്കെ ചെയ്യുന്നത് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ള മറ്റൊരു വ്യക്തിയാണ് ഹന്ന എന്ന് പറയുന്നതായ പ്രവാചകി. 84 വർഷം വിധവയായിട്ട് താമസിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനും ഒരു വിവാഹത്തിന് ശേഷം ഭർത്താവ് മരിച്ച് വീണ്ടും 84 വർഷം താമസിച്ചു എന്ന് പറയുമ്പോൾ വളരെ പ്രായം ചെന്നതായ ഒരു വിധവയായ സ്ത്രീ. ആ സ്ത്രീയെ പറ്റിയും എന്താ പറയുന്നത്? ദേവാലയം പിരിയാതെ നിരന്തരമായിട്ട് ദേവാലയത്തിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി കഴിഞ്ഞ ഒരു സ്ത്രീ ആയിരുന്നു ഹന്ന എന്ന് പറയുന്നുണ്ട്. ഹന്നയെയും ഈ ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ ആ സമയത്ത് ദേവാലയത്തിലേക്ക് വരികയും ഈ കുഞ്ഞിനെ അത് ദൈവം ലോകത്തിലേക്ക് അയച്ച മശിഹായാണ്, ദൈവമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നത് നമ്മൾ കാണുവാനായിട്ടിടയാവുന്നുണ്ട്. എന്നാൽ ദേവാലയത്തിലുള്ള പുരോഹിതന്മാർക്കോ പരീശന്മാർക്കോ സാധുക്യർക്കോ ഒന്നും, ശാസ്ത്രിമാർക്കോ ഒന്നും ഇതിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമായിരുന്നു. കാരണം ഈ പരീശന്മാരാണെങ്കിലും ശാസ്ത്രിമാരാണെങ്കിലും ഇവരൊക്കെ വളരെ റിലീജിയസ് ആയിരുന്നു. പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കർമാചാരങ്ങളിൽ, ഈ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ആചാരങ്ങളെല്ലാം കൃത്യമായിട്ട് അണുവിട തെറ്റാതെ ചെയ്യണം, അതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കരുതി അതിൽ അങ്ങേയറ്റം കാർക്കശ്യം പാലിച്ചിരുന്ന ആളുകളായിരുന്നു പരീശന്മാരെന്ന് പറയുന്നത്. ശാസ്ത്രിമാരെന്ന് പറയുന്നത് ന്യായപ്രമാണത്തെ വ്യാഖ്യാനിക്കുകയും പ്രസംഗങ്ങൾ ചെയ്യുകയും ദൈവവചനത്തെ മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയും അതിൻ്റെ ആഴങ്ങളിലേക്കൊക്കെ പോയി വളരെ അർത്ഥഗർഭമായിട്ട് ന്യായപ്രമാണം വ്യാഖ്യാനിച്ചു കൊടുക്കുവാനൊക്കെ കഴിവുള്ള ആളുകളായിരുന്നു. അവരതിലാണ് ഹരം കണ്ടെത്തിയിരുന്നത്. പരീശന്മാർ കർമാചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിലുമൊക്കെ ഹരം കണ്ടെത്തി അതിൽ ശ്രദ്ധയൂന്നുകയും ശാസ്ത്രിമാർ ന്യായപ്രമാണത്തെ വ്യാഖ്യാനിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നതിലൊക്കെ ഹരം കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതുപോലെയുള്ള വേറെ കൂട്ടരെ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നതാണ് സാധുക്യർ എന്ന് പറയുന്നത്. അവർ കുറച്ചുകൂടി പൊളിറ്റീഷ്യൻസാണ്. അവർ ഈ മതത്തിൻ്റെ അനുഭവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയപരമായി നേട്ടമുണ്ടാക്കുവാനും രാഷ്ട്രീയപരമായി മതത്തെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളുകളാണ് സാധുക്യർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ റിലീജിയസ് ആയിരുന്നു, ഒരു തരത്തിൽ പറഞ്ഞാൽ മതത്തിനോട് ചേർന്ന് നിന്നവരായിരുന്നു. എന്നാൽ
ഈ മതത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ഹൃദയമാകുന്ന ആത്മീയത അതിനെ ഉൾക്കൊള്ളുവാനോ അതിനെ സ്വീകരിക്കുവാനോ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു പ്രസക്തമായ കാര്യമാണ്. അപ്പോൾ റിലീജിയോസിറ്റിയും സ്പിരിച്വാലിറ്റിയും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. റിലീജിയസ് ആയതുകൊണ്ട് സ്പിരിച്വൽ ആവണമെന്ന് നിർബന്ധമില്ല. റിലീജിയസ് ആവുന്നത് സ്പിരിച്വൽ ആകുവാൻ നമ്മെ സഹായിക്കുന്ന ഘടകമാണ്. എന്നാൽ റിലീജിയസ് ആയിട്ടുള്ള എല്ലാ ആളുകളും സ്പിരിച്വൽ ആവണമെന്ന് നിർബന്ധമില്ല. ഇവിടെ യേശുവിൻ്റെ ദേവാലയ പ്രവേശത്തിൽ നമ്മളത് കാണുന്നുണ്ട്. റിലീജിയസ് ആയിട്ടുള്ള പരീശന്മാരും സാധൂക്യരും ശാസ്ത്രിമാരുമൊക്കെ അവരവരുടേതായ താല്പര്യമുള്ള മേഖലകളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിലും അവർ ദൈവഭക്തിയിൽ നിന്നും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും അകന്നു കഴിഞ്ഞവരായിരുന്നു. അവർക്ക് ദൈവത്തെ തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ വളരെ സാധാരണക്കാരായ മനുഷ്യർ, വൃദ്ധരായ മനുഷ്യർ, ശിമയോനെയും ഹന്നയും പോലെയുള്ള മനുഷ്യർ, അവർ ഈ പറയുന്ന വലിയ പ്രകടനങ്ങളും ഭക്തി പ്രകടനങ്ങളും ഒന്നുമില്ലെങ്കിലും ഹൃദയത്തിൻ്റെ ആഴത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറയപ്പെട്ടവരായിരിക്കുകയും ചെയ്ത അവർക്കാണ് മശിഹായെ തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ജനനത്തെപ്പറ്റി കണ്ടു, അവൻ്റെ പരിച്ഛേദന 8-ാം ദിവസമുള്ള പരിച്ഛേദനയെപ്പറ്റി പറഞ്ഞു. അതിന് ശേഷം മറിയയുടെ ശുദ്ധീകരണ കാലം കഴിഞ്ഞിട്ട് യാഗം കഴിക്കുവാനായിട്ട് യേശു കുഞ്ഞിനെയും കൊണ്ട് മാതാപിതാക്കൾ ദേവാലയത്തിലേക്ക് പോവുകയും അവിടെ ശിമയോനും ഹന്നായും മശിഹായെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് അതിനോട് ചേർന്ന് നടക്കുന്ന ഒരു സംഭവമാണ് വിദ്വാൻമാരുടെ ആഗമനം, അല്ലേ? നമ്മൾ പൊതുവെ 3 പേരെന്നാണ് പറയുന്നത്. എന്നാൽ 3 പേരെന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നില്ല. അവർ കാഴ്ചവെച്ച 3 വസ്തുക്കൾ അവിടെ കാഴ്ചവെച്ചെന്ന് പറയുന്നുണ്ട്, അല്ലേ? പൊന്ന, മൂര, കുന്തിരിക്കം കാഴ്ചവെച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ട്രഡീഷനാണ്, നമ്മൾ വിശ്വസിക്കുകയാണ് അവർ 3 പേരായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഈ വിദ്വാൻമാരുടെ ആഗമനത്തെ പറ്റി കൂടി നമുക്കൊന്ന് ചിന്തിക്കാം. ഇവർ ശരിക്കും ആരാണ്? ജ്ഞാനികളായ ആളുകളാണ്, വാന നിരീക്ഷണം നടത്തുന്നതായ ആളുകളാണ്. കാരണം ഇവർ ഈ സ്കൈ ഒബ്സർവ് ചെയ്ത് സ്റ്റാർസിനെ, നക്ഷത്രങ്ങളെയൊക്കെ നിരന്തരമായിട്ട് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അവിടെയാണ് അവരെന്ത് കാണുന്നത്? പുതിയതായ ഒരു നക്ഷത്രം, സാധാരണ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ നക്ഷത്രം ആകാശത്തിൽ ഉദിച്ചിരിക്കുന്നത് കണ്ടു. ഈ നക്ഷത്രം ഉദിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ലോകം കാത്തിരിക്കുന്ന ശക്തനായ ഒരു രാജാവിൻ്റെ ജനനത്തിൻ്റെ അടയാളമാണ് ഈ പുതിയ നക്ഷത്രമെന്ന് അവർക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം ഈ നക്ഷത്രം സൂചിപ്പിക്കുന്ന ഇപ്പോൾ ജനിച്ചിരിക്കുന്ന പുതിയ രാജാവിനെ കാണുവാനായിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? യാത്ര ചെയ്ത് യേശുവിൻ്റെ അടുക്കലേക്ക് എത്തുന്നത്. ഇതിനെപ്പറ്റി ചരിത്രപരമായ ചില രേഖകളിലും ചില സൂചനകളുണ്ട്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ 1-2 ചരിത്രകാരന്മാരുടെ പേര് ചിലപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ടാസിറ്റസ് എന്ന് പറയുന്ന റോമൻ ചരിത്രകാരനെ പറ്റി നമ്മൾ പറഞ്ഞു. ജോസീഫസ് എന്ന് പറയുന്ന ജൂവിഷ് ഹിസ്റ്റോറിയനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ടാസിറ്റസിൻ്റെയും ജോസീഫസിൻ്റെയും ഒക്കെ റൈറ്റിങ്സിൽ ആ കാലഘട്ടത്തിൽ, ഏത് കാലഘട്ടത്തിൽ? യേശു കർത്താവിൻ്റെ ജനനത്തിൻ്റെ കാലഘട്ടത്തിൽ വളരെ പ്രഭയുള്ള ഒരു പുതിയ നക്ഷത്രം ആകാശത്ത് കണ്ടിരുന്നതായിട്ടും ഒരു പുതിയ രാജാവിൻ്റെ ജനനത്തെ പറ്റി ഈ നക്ഷത്രത്തിലൂടെ ജനങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നതായിട്ടും ആളുകൾ അതിനെപ്പറ്റി ഹോപ്പ് അവരിൽ ഉണ്ടായിരുന്നതായിട്ടുമൊക്കെ ഇവരുടെ ചില റൈറ്റിങ്സിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇതൊരു ചരിത്ര സംഭവമായിരുന്നു എന്ന് തന്നെ വേണം നമ്മളത് മനസ്സിലാക്കാൻ. അപ്പോൾ ഈ നക്ഷത്രം, പുതിയതായിട്ടുള്ള ഈ നക്ഷത്രം കണ്ടുകൊണ്ട് ഈ വിദ്വാൻമാർ, ജ്ഞാനികളായ വിദ്വാൻമാർ, കിഴക്ക് ഏത് രാജ്യത്തു നിന്നാണെന്നറിയത്തില്ല, കിഴക്ക് ദേശത്തു നിന്നാന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഏതോ ദേശത്ത് നിന്ന് ദീർഘമായ ദൂരം യാത്ര ചെയ്ത് ഈ നക്ഷത്രം സൂചിപ്പിക്കുന്ന പുതിയതായി ജനിച്ചിരിക്കുന്ന രാജാവിനെ കാണാനായിട്ട് അവർ വരുന്നു. സ്വാഭാവികമായിട്ടും മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു രാജാവ് ജനിക്കേണ്ടത് എവിടെ? രാജകൊട്ടാരത്തിലാണ്. ഇപ്പോഴുള്ള രാജാവിൻ്റെ മകനായിട്ട് രാജകൊട്ടാരത്തിലാണ് ജനിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ ഒരു യുക്തി വെച്ചിട്ടാണ് അവർ ആദ്യം നേരെ പോകുന്നത് എവിടെ? ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഹെരോദാവിനോട് അവർ പുതിയ രാജാവിനെ കാണാനായിട്ട് വന്നതാണ് എന്ന് പറയുകയും, അപ്പോൾ ഹെരോദാവിന് മനസ്സിലായി ഇതിലെന്തോ ഒരു പന്തികേടുണ്ട്. കാരണം ഒരു നക്ഷത്രം ഉദിച്ചിട്ടുണ്ട്, അത് പുതിയൊരു രാജാവിൻ്റെ ജനനമാണ്. അപ്പോൾ എവിടെയോ തനിക്ക് ബദലായി പുതിയൊരു രാജാവ് ജനിച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞിട്ട് ഹെരോദാവ് ഇവരോട് സൂത്രത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഈ നക്ഷത്രത്തിൻ്റെ പിന്നാലെ പോയി പുതിയ രാജാവായി ജനിച്ചിരിക്കുന്ന കുഞ്ഞിനെ കണ്ടുപിടിക്കണം. എന്നിട്ട് എന്തിനു വേണ്ടിയാണ് അവരോട് പറയുന്നത്? ഞാനും പോയി അവനെ നമസ്കരിക്കാനാണെന്നാണ് പറയുന്നത്. പക്ഷേ ഹെരോദാവിൻ്റെ ഉദ്ദേശം അതല്ലായിരുന്നു എന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ പോയി കണ്ടുപിടിച്ചാൽ തിരിച്ചു വന്നെന്നോട് പറയണം, ഞാനും പോയി ആ പുതിയ രാജാവിനെ, ആ കുഞ്ഞിനെ നമസ്കരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഹെരോദാവ് ഇവരെ യാത്രയാക്കുന്നു. ഈ 3 പേരും, ഈ വിദ്വാൻമാർ, 3 പേര് എന്ന് നമ്മൾ ഊഹിക്കുന്നു. ഈ വിദ്വാൻമാർ യാത്ര ചെയ്ത് എവിടെ വരുന്നു? ബേത്ലഹേമിൽ വരുന്നു. അവിടെ
യേശു കുഞ്ഞിനെ കാണുന്നു. യേശു കുഞ്ഞിനെ കണ്ടിട്ട് ഒരു 3 ഗിഫ്റ്റ് യേശു കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. അതും വളരെ തിയോളജിക്കലായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഗിഫ്റ്റാണ്. എന്താ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്? ഒന്ന് കുന്തിരിക്കം, ഒന്ന് മൂര്, ഒന്ന് പൊന്ന്, സ്വർണം. ഇങ്ങനെ 3 ഗിഫ്റ്റാണ് അവർ കൊടുക്കുന്നത്. സ്വർണവും കുന്തിരിക്കവും മൂരുമാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗിഫ്റ്റിന് ചില പ്രത്യേകതയുണ്ട്. പൊന്ന്, സ്വർണം ഗിഫ്റ്റ് കൊടുക്കുന്നത് രാജാക്കന്മാർക്കാണ്. അതുപോലെ കുന്തിരിക്കം ഗിഫ്റ്റ് കൊടുക്കുന്നത് പുരോഹിതന്മാർക്കാണ്, പൗരോഹിത്യത്തിൻ്റെ അടയാളമാണ്. മൂര് എന്ന് പറയുന്നത് സുഗന്ധ തൈലം പോലെയുള്ള മൂര് സാധാരണ കൊടുക്കുന്നത് മരിക്കാറായി കിടക്കുന്ന ആളുകൾക്കാണ്. അവരുടെ ആ കർമ്മങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, പ്രിസർവേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നൽകുന്നതാണ്. അപ്പോൾ ഇത് 3 യേശു കുഞ്ഞിന് അവർ നൽകിയത്. അപ്പോൾ വേദപണ്ഡിതന്മാർ പറയുന്നത് ഇതിലൂടെ അടയാളപ്പെടുത്തുന്നത് എന്താ? ഈ ജനിച്ചിരിക്കുന്ന കുഞ്ഞ് ആരാണ് എന്നുള്ള സൂചനയാണ്. പൊന്നു വെക്കുന്നതിലൂടെ, സ്വർണം കൊടുക്കുന്നതിലൂടെ ഇവൻ ലോകത്തിൻ്റെ രാജാവാണ് എന്ന് കാണിക്കുന്നു. കുന്തിരിക്കം കൊടുക്കുന്നതിലൂടെ ഇവൻ ദൈവത്തിൻ്റെ മഹാപുരോഹിതനാണ് എന്ന് കാണിക്കുന്നു. കർത്താവിൻ്റെ പൗരോഹിത്യത്തെ പറ്റിയുള്ള സൂചനയാണ്. മൂര് കാഴ്ചവെക്കുന്നതിലൂടെ കർത്താവിൻ്റെ മരണത്തെ പറ്റിയുള്ള സൂചനയാണ്. കർത്താവിൻ്റെ രാജ്യത്വവും കർത്താവിൻ്റെ പൗരോഹിത്യവും കർത്താവിൻ്റെ മരണവുമാണ് ഈ 3 കാര്യങ്ങളിലൂടെ, ഈ 3 ഗിഫ്റ്റിലൂടെ സൂചിപ്പിക്കപ്പെടുന്നത് എന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കിഴക്ക് നിന്നുള്ള വിദ്വാൻമാർ വന്ന് ഈ യേശു കർത്താവിനെ നമസ്കരിച്ചു എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ അതിർത്തികളൊക്കെ കർത്താവിൻ്റെ കാൽക്കലേക്ക് വരുന്നു എന്നതിൻ്റെ ഒരു അടയാളം കൂടി നമുക്കവിടെ കാണാം. അത് ജിയോഗ്രഫിക്കലായിട്ടുള്ള അതിർത്തി മാത്രമല്ല, അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ഭൗതികമായിട്ടുള്ള നോളജിൻ്റെ തലത്തിൽ, അറിവിൻ്റെ തലത്തിലുള്ള അതിർത്തികൾ പോലും കർത്താവിൻ്റെ കാൽ കീഴെയാവുന്നു. അറിവും ജ്ഞാനവും പരിജ്ഞാനവും ലോകം മുഴുവനും കർത്താവിൻ്റെ കാൽക്കലേക്ക് എത്തുന്നു എന്നുള്ള ഒരു സൂചനയായിട്ടും ഈ വിദ്വാൻമാരുടെ വരവിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? വിദ്വാൻമാർ യേശുക്കുഞ്ഞിനെ നമസ്കരിച്ച് മടങ്ങിപ്പോകുന്നതിന് മുൻപായിട്ട് ഇവർക്ക് സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടുന്നുണ്ട്. യഹരോദാവിൻ്റെ അടുക്കലേക്ക് പോകരുത് എന്ന് അവർക്ക് അരുളപ്പാട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? അവർ വന്ന വഴിയല്ലാതെ ഹെരോദാവിൻ്റെ അടുക്കൽ കയറാതെ വേറെ വഴിയിലൂടെ മടങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഹെരോദാവ് എന്ത് ചെയ്യുകയാണ്? ഹെരോദാ രാജാവ് ഈ 3 പേര് മടങ്ങി, യേശു പുതിയ രാജാവ് ജനിച്ചിരിക്കുന്നത് എവിടെയാണ് എന്ന് ഈ 3 പേര് മടങ്ങി വന്ന് പറയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർ മടങ്ങി വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഹെരോദാവിന് മനസ്സിലായി താൻ പറ്റിക്കപ്പെട്ടുവെന്ന്. അങ്ങനെ ഹെരോദാവ് തൻ്റെ ഉപദേശകരെയൊക്കെ വിളിച്ച്, വിദ്വാൻമാരെയൊക്കെ വിളിച്ച് അവരോട് ഈ നക്ഷത്രം കണ്ട സമയവുമായിട്ട് കണക്ക് കൂട്ടി നോക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വിദ്വാൻമാർ പറഞ്ഞ നക്ഷത്രം കണ്ട സമയവുമായിട്ട് കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഹെരോദാവിന് മനസ്സിലാവുന്നുണ്ട് 2 വർഷം ആയിട്ടില്ല, 2 വയസ്സിൽ താഴെ ആയിരിക്കാനാണ് സാധ്യത ഈ സമയം വെച്ച് കണക്ക് കൂട്ടുമ്പോൾ. എന്നിട്ട് ഹെരോദാവ് എന്ത് ചെയ്യുന്നു? 2 വയസ്സിൽ താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയാനായിട്ട്, കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകളയാനായിട്ട് ഹെരോദാവ് ഉത്തരവിടുന്നു. അവിടെ ആ ഹെരോദാവ് ആദ്യം എന്തിനു വേണ്ടിയാണ് ഇവരോട് മടങ്ങി വരണമെന്ന് പറഞ്ഞതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞിനെ കൊല്ലണം, നശിപ്പിക്കണം, തനിക്ക് പകരമായി, തനിക്ക് ബദലായി ഒരു പുതിയ രാജാവ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ആ കുടില ബുദ്ധിക്ക് അനുസരിച്ച് 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകളയാനായിട്ട് ഹെരോദാവ് കൽപ്പന പുറപ്പെടുന്നു. എന്നാൽ ദൈവം അവിടെയും പ്രവർത്തിക്കുന്നു. യോസഫിനോട് ദൈവം സ്വപ്നത്തിൽ സംസാരിക്കുകയും യോസഫ് എന്ത് ചെയ്യുന്നു? മറിയയെയും യേശുക്കുഞ്ഞിനെയും കൂട്ടി ഈജിപ്തിലേക്ക്, അവർ ബേത്ലഹേമിലായിരുന്നു, അവിടെ നിന്ന് എവിടേക്ക് പോകുന്നു? ഈജിപ്തിലേക്ക് ഓടിപ്പോകുന്നു. ഈജിപ്തിലേക്ക് പോകാനുള്ള കാരണം, ഈജിപ്ത് സമീപത്തിലുള്ള രാജ്യമാണ്. മാത്രമല്ല ഒരുപാട് യഹൂദന്മാർ പല കാലഘട്ടത്തിൽ അവിടേക്ക് ഓടിപ്പോയി അവിടെ താമസിച്ചിട്ടുണ്ട്. ഈ പ്രത്യേകമായ ഇവരുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൊക്കെ ഒരുപാട് യഹൂദന്മാർ, ലക്ഷക്കണക്കിന് യഹൂദന്മാർ ഈജിപ്തിൻ്റെ പല ഭാഗത്തായിട്ട് താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈജിപ്ത് അവർക്ക് അത്ര അപരിചിതമായിട്ടുള്ള ഒരു സ്ഥലമല്ല. അതുകൊണ്ട് പെട്ടെന്ന് ഇവരെന്ത് ചെയ്യുന്നു? ഹെരോദാവിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഈജിപ്തിലേക്ക് യേശുക്കുഞ്ഞിനെയും കൊണ്ട് പോവുകയും അവിടെ താമസിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഹെരോദാവ് മരിച്ചു എന്ന അറിവ് കിട്ടിയതിന് ശേഷമാണ് യോസഫ് മടങ്ങി വരുവാനായിട്ട് ഇടയാവുന്നത്. ഓക്കെ, അപ്പോൾ ഈജിപ്തിലേക്ക് പോയതായിട്ട് നമ്മൾ കാണുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഹെരോദാവ് മരിക്കുന്നു. ഹെരോദാവ് മരിക്കുമ്പോൾ തൻ്റെ രാജ്യം എന്ത് ചെയ്യുന്നു? തൻ്റെ 3 മക്കൾക്കായിട്ട് ഈ രാജ്യം വിഭജിച്ച്, അല്ലെങ്കിൽ അവർക്ക് ഭരണ ചുമതല നൽകുന്നുണ്ട്.
അതിൽ യഹൂദിയ പ്രദേശം അർക്കലയോസിനും മകനായ അർക്കലയോസിനും, ഗലീലയുടെ പ്രദേശം ഹെരോദാവ് അന്തിപ്പാസിനും, യോർദാന് വടക്കിഴക്കായിട്ടുള്ള ഭാഗം ഫിലിപ്പോസിനും ലഭിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ 3 സ്ഥലങ്ങളായിട്ട് കൊടുത്തു. അപ്പോൾ ഗലീല യഹൂദി ആർക്കാണ് ലഭിക്കുന്നത്? യഹൂദ ലഭിക്കുന്നത് അർക്കലയോസിനാണ്. ഈ ഹെരോദാവ് തന്നെ വളരെ ദുഷ്ടനായ ഒരു മനുഷ്യനായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്, അദ്ദേഹം രാജാവായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റാരെങ്കിലും തൻ്റെ രാജസ്ഥാനം പിടിച്ചടക്കുമോ എന്നുള്ള വലിയ ഭയം ഈ മനുഷ്യനുണ്ടാവുന്നുണ്ട്. ഈ ഹെരോദാവിന് അത്ര ഭയം ഉണ്ടായിട്ട് ഹെരോദാവ് എന്ത് ചെയ്യുന്നു? ഹെരോദാവ് തൻ്റെ കുടുംബത്തിലുള്ളവരെ പോലും കൊന്നുകളയുന്നുണ്ട്. തൻ്റെ ഭാര്യയെ കൊന്നുകളയുന്നു, ഭാര്യയുടെ അമ്മയെ കൊന്നുകളയുന്നു, തൻ്റെ സീമന്തപുത്രൻ അന്തിപത്രോസ് എന്ന് പറയുന്ന തൻ്റെ സീമന്തപുത്രനെ കൊന്നുകളയുന്നു, തൻ്റെ മറ്റു പുത്രന്മാരായ അലക്സാണ്ടർ, അരിസ്റ്റോബുലോസ് എന്നിവരെ കൊന്നുകളയുന്നു. ഇങ്ങനെ സ്വന്തക്കാരെ പോലും ഹെരോദാവ് എന്ത് ചെയ്യുന്നുണ്ട്? കൊന്നുകളയുന്നു. എന്തുകൊണ്ടാണ്? ഇവർ തന്നെ തോൽപ്പിച്ച് തൻ്റെ രാജ്യം അവകാശമാക്കുമെന്ന് പേടിച്ച് തൻ്റെ ഭാര്യയും മക്കളെയും പോലും കൊന്നുകളയുന്ന അത്ര ക്രൂരനാണ് ഹെരോദാവ് എന്ന് നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ അഗസ്റ്റസ് ചക്രവർത്തി, റോമൻ ചക്രവർത്തി, അദ്ദേഹം ഈ ഹെരോദാവിനെ പറ്റി പറയുന്നൊരു വാക്കുണ്ട്. അദ്ദേഹം പറയുന്നത്, ഹെരോദാവിൻ്റെ ഭാര്യയായിട്ട് പത്നിയായിട്ടിരിക്കുന്നതിനേക്കാളും നല്ലത് ഹെരോദാവിൻ്റെ പന്നിയായിട്ടിരിക്കുക എന്നുള്ളത്. കാരണം എന്താ? സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും കൊന്നുകളയുവാൻ തക്ക അത്ര ക്രൂരനാണ് ഈ മനുഷ്യനെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെ ഹെരോദാവിനെ പോലെ ക്രൂരനായ മനുഷ്യനായിരുന്നു ഹെരോദാവ് യഹൂദിയയുടെ ഭരണം കൊടുത്തതായ അർക്കലയോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈജിപ്തിലേക്ക് ഓടിപ്പോയ ജോസഫും മറിയയും യേശു കുഞ്ഞിനെയും കൊണ്ട് യോസഫ് തിരികെ യഹൂദിയയിലേക്ക് മടങ്ങി വരാനായിട്ട് ശ്രമിക്കുന്നില്ല. കാരണം ഈ അർക്കലയോസും വളരെ ക്രൂരനായ രാജാവായിരുന്നു. അതിനു പകരം ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവരെവിടേക്കാണ് പോകുന്നത്? ഗലീലയിലോട്ടാണ് പോകുന്നത്. ഗലീല ഭരിക്കുന്നത് അന്തിപ്പാസാണ്. അന്തിപ്പാസ് കുറച്ചുകൂടെ ഒരു നല്ല മനുഷ്യനായിരുന്നു, നല്ല രാജാവായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് യഹൂദിയയിലേക്ക് പോകാതെ അവരെവിടേക്ക് പോകുന്നു? ഗലീലയിലേക്ക് പോകുന്നു. പിന്നെ ഗലീലയിലാണ് യേശു കർത്താവിൻ്റെ വളർച്ചയും ബാല്യകാലവും ഒക്കെ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അങ്ങനെ ജോസഫ് എന്ത് ചെയ്യുന്നു? യേശു കുഞ്ഞിനെയും മറിയയും കൂട്ടി ഗലീലയിലേക്ക് മടങ്ങി വരുന്നു. അവിടെ ഒരു ഭവനമൊക്കെ ചമച്ച് അവിടെ താമസിക്കുന്നു. ജോസഫിൻ്റെ തൊഴിൽ നമുക്കറിയാം, തച്ചനായിരുന്നു, കാർപ്പൻറ്ററായിരുന്നു, ആശാരിയായിരുന്നു. അപ്പോൾ ആ തൊഴിൽ ചെയ്ത് ആ കുടുംബം മുൻപോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ ഈ യഹൂദ ഒരു പശ്ചാത്തലത്തിൽ അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് ഭവനത്തിൽ നിന്നുമാണ്. അമ്മയാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഭവനത്തിൽ നിന്നും അമ്മയിൽ നിന്നുമാണ് അവരുടെ വിദ്യാഭ്യാസം, ഫോർമൽ എഡ്യൂക്കേഷൻ ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇത് തന്നെ നമുക്ക് കർത്താവിൻ്റെ ബാല്യകാലത്തെ പറ്റിയും വിദ്യാഭ്യാസത്തെ പറ്റിയും ഒന്നും വലിയ എക്സ്പ്ലനേഷൻസ് നമ്മൾ വേദപുസ്തകത്തിൽ എങ്ങും കാണുന്നില്ലെങ്കിലും ഒരു സാധാരണ യഹൂദ ബാലൻ വളർന്നു വന്നതുപോലെ തന്നെ കർത്താവും വളർന്നു വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനും ഊഹിക്കുവാനായിട്ടും കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ മറിയാമിൻ്റെ ശിക്ഷണത്തിൽ ബാലനായ യേശു തൻ്റെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നു. പിന്നീട് അപ്പനാണ് മക്കളെ ജോലിയും തുടർന്നുള്ള ബാക്കി കാര്യങ്ങളുമൊക്കെ പഠിപ്പിക്കുവാനായിട്ട് തിരുവെഴുത്തുകളും, അതായത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളും തൊഴിലും ഒക്കെ പഠിപ്പിക്കുന്നത് അപ്പൻ്റെ ചുമതലയാണ്. അപ്പോൾ അമ്മ തുടങ്ങി വെച്ചു. പിന്നെ ജോസഫ് ഈ കാര്യങ്ങളൊക്കെ കർത്താവിനെ, ബാലനായ യേശുവിനെ പരിശീലിപ്പിച്ചു എന്ന് നമുക്ക് കരുതുവാനായിട്ട് സാധിക്കും. യോസഫ് കാർപ്പൻറ്റർ ആയതുകൊണ്ട് തന്നെ കർത്താവും സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു? ആ പരിശീലനം ലഭിച്ച് കർത്താവും അതേ ജോലി തന്നെ ആയിരിക്കാം ചെയ്തിരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്നു. എന്നാൽ വേദപുസ്തകത്തിൽ ഒരു കാര്യം കൂടിയുണ്ട്. പിന്നീടെങ്ങും നമ്മൾ സുവിശേഷം വായിക്കുന്നിടത്തെങ്ങും ജോസഫിനെ പറ്റി നമ്മൾ കാണുന്നുണ്ട്, മറിയെപ്പറ്റി പിന്നെ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ വരെ അമ്മ മറിയത്തെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ജോസഫിനെ പറ്റി പിന്നെ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് പൊതുവെ കരുതപ്പെടുന്നത് അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ട്രഡീഷൻ എന്ന് പറയുന്നത് ജോസഫും മറിയയും തമ്മിൽ വലിയ പ്രായവ്യത്യാസം ഉണ്ടായിരുന്നുവെന്നാണ് പൊതുവെ ഒരു പാരമ്പര്യം പറയുന്നത്. അപ്പോൾ ജോസഫ് മറിയയെ വിവാഹം കഴിക്കുമ്പോൾ തന്നെ നല്ല പ്രായമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ഒരുപക്ഷെ ബാല്യകാലത്തിലോ ചെറുപ്പകാലത്തിലോ തന്നെ ജോസഫ് മരിച്ചു പോയിരിക്കാം. അതുകൊണ്ടാണ് പിന്നീടെങ്ങും ജോസഫിനെ പറ്റി പറയാത്തത് എന്ന് കരുതുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്?
അപ്പൻ മരിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഭവനത്തിൻ്റെ ചുമതല ആരുടെ മേൽ വരും? അടുത്ത ആളുടെ മേൽ വരും, കർത്താവിൻ്റെ മേൽ വരും. അപ്പോൾ കർത്താവ് തൻ്റെ അപ്പൻ്റെ തൊഴിലായ കാർപ്പൻട്രി വർക്ക് തന്നെ, ആശാരിപ്പണി തന്നെ ചെയ്ത് തൻ്റെ കുടുംബത്തെ ആ ചുമതലകളൊക്കെ നിർവഹിക്കുകയും തൻ്റെ കുടുംബത്തെ നോക്കുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്, ഊഹിക്കുവാനായിട്ട് കഴിയും. കർത്താവിന് സഹോദരങ്ങൾ ഉണ്ടായിരുന്നതായിട്ടൊക്കെ വേദപുസ്തകത്തിൽ നമുക്ക് സൂചനകളുണ്ട്. പ്രത്യേകിച്ചും യാക്കോബിൻ്റെ ലേഖനമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, യൂദായുടെ ലേഖനം വായിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കർത്താവിൻ്റെ സഹോദരങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യഹൂദന്മാർ കർത്താവിനെ പറ്റി പറയുന്നുണ്ട്, അവൻ തച്ചനായ യോസഫിൻ്റെ മകനല്ലയോ, അവൻ്റെ സഹോദരിമാരും നമ്മുടെ ഇടയിൽ തന്നെ ഇല്ലയോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളും സഹോദരിമാരും ഒക്കെ ഉള്ള ഒരു വലിയ കുടുംബമായിരുന്നു കർത്താവിൻ്റേതെന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ ആ കുടുംബത്തെ, അവിടുത്തെ മൂത്ത മകൻ എന്നുള്ള നിലയിൽ ആ കുടുംബത്തിൻ്റെ ചുമതലയൊക്കെ കർത്താവിൻ്റെ ചുമലിലേക്ക് വരികയും കർത്താവ് തൻ്റെ പിതാവിൻ്റെ തൊഴിൽ തന്നെ സ്വീകരിച്ച് കുടുംബത്തെ നോക്കുകയും ചെയ്തു എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും അനുമാനിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ കർത്താവിൻ്റെ ഒരു പ്രൈമറി എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞു, ഭവനത്തിൽ നിന്നുള്ള എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞു. അമ്മ പഠിപ്പിച്ചു അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അതിനുശേഷം പിതാവ് തൊഴിലും ജോലിയും തിരുവഴുത്തിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന കാര്യങ്ങളുമൊക്കെ പിതാവ് പഠിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം സാധാരണഗതിയിൽ 6 വയസ്സാകുമ്പോഴാണ് സിനഗോഗിൽ ചേർന്ന് യഹൂദ ആൺകുട്ടികൾ, ജൂവിഷ് ആൺകുട്ടികൾ പഠനം തുടർന്ന് മുൻപോട്ട് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പതിവ് പോലെ കർത്താവും സിനഗോഗിൽ കർത്താവിനെയും അവൻ്റെ മാതാപിതാക്കൾ ചേർത്ത് അവിടെ തിരുവഴുത്തുകൾ, ദൈവവചനമൊക്കെ അവർ പഠിക്കുവാനായിട്ടിടയാവുന്നു. ഈ 4 വർഷം, ആദ്യത്തെ 6 വയസ്സിൽ എവിടെ കയറിയാൽ സിനഗോഗിൽ ചേർന്ന് അവിടെ ആദ്യത്തെ 4 വർഷം തിരുവഴുത്തുകളാണ് പഠിക്കുന്നത്, ദൈവവചനമാണ് പഠിക്കുന്നത്. അതിനുശേഷം മിഷ്ന എന്ന പേരിൽ അറിയപ്പെടുന്ന യഹൂദന്മാരുടെ പാരമ്പര്യങ്ങൾ, പിന്നീട് അത് പിൽക്കാലത്ത് മിഷ്ന എന്ന് അറിയപ്പെടുന്നത്, ഈ മിഷ്ന എന്ന് പറയുന്ന പാരമ്പര്യങ്ങളും തുടർന്നുള്ള വർഷങ്ങളിൽ അവർ പഠിക്കും. ആ പഠനത്തിനും ശേഷം പിന്നീടാണ് നമ്മളിപ്പോൾ ഒരുപക്ഷെ പറഞ്ഞാൽ സ്കൂൾ പഠനത്തിന് ശേഷം കോളേജിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് പോലെ പഠനത്തിൽ സമർത്ഥരായ, സാമ്പത്തികമുള്ള, തുടർന്ന് പഠിക്കാൻ തക്കവണ്ണം സാമ്പത്തികമുള്ള ആളുകൾ എന്ത് ചെയ്യും? ഈ യഹൂദ റബ്ബിമാർ, ഗുരുക്കന്മാർ നടത്തുന്ന അവരുടെ പരിശീലന കളരികളുണ്ട്, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുണ്ട്, അവിടെ ചേർന്ന് പഠിക്കുകയും അത് ഒരു കോളേജ് എഡ്യൂക്കേഷൻ പോലെ, ഗ്രാജുവേഷൻ പോലെ തുടർന്നുള്ള പഠനം അവിടെ നടത്തുകയും ചെയ്യുന്ന പതിവാണുള്ളത്. എന്നാൽ നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന സൂചന കർത്താവ് ആ വിദ്യാഭ്യാസത്തിന് പോയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ മുമ്പേ പറഞ്ഞു, കർത്താവിൻ്റെ ഭവനം വളരെ ദരിദ്രമായ ഒരു ഭവനമായിരുന്നു. അപ്പോൾ ഈ സിനഗോഗ് വരെയുള്ള പഠനത്തിന് ശേഷം ഈ തുടർന്നുള്ള ഉന്നത ഉപരിപഠനത്തിന് റബ്ബിമാരുടെ നടത്തുന്ന വിദ്യാകേന്ദ്രങ്ങളിൽ ചേർന്ന് പഠിക്കുന്നതിനുള്ള സാമ്പത്തിക ശേഷി സ്വാഭാവികമായിട്ടും കർത്താവിൻ്റെ കുടുംബത്തിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കർത്താവ് ആ പഠനത്തിന് പോയിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന. കാരണം കർത്താവിനെ പറ്റി യഹൂദന്മാർ പറയുന്നുണ്ട്, ഇവൻ പഠിപ്പില്ലാത്തവനാണെന്ന് പറയുന്നുണ്ട്. അത് ഈ പ്രൈമറി എഡ്യൂക്കേഷനെ പറ്റിയല്ല, ഈ ഉന്നത വിദ്യാഭ്യാസത്തെ പറ്റി. ഇവൻ പേര് കേട്ട റബ്ബിമാരുടെ ഒന്നും കീഴിൽ ജോയിൻ ചെയ്ത് അവിടെ പോയി പഠിച്ചിട്ടില്ല എന്നുള്ളൊരു സൂചനയാണ് അവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഈ സിനഗോഗ് വിദ്യാഭ്യാസം വരെയാണ് കർത്താവ് നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സിനഗോഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് വരെ അതിസമർത്ഥമായിട്ട് കർത്താവ് തിരുവചനങ്ങൾ പഠിച്ചു എന്നുള്ളതാണ്. കർത്താവിൻ്റെ പിന്നീടുള്ള പഠിപ്പിക്കലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും കർത്താവ് എന്ത് കോട്ട് ചെയ്യുന്നുണ്ട്? ദൈവവചന, ന്യായപ്രമാണത്തിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നും ഉള്ള ഉദ്ധരണികൾ, വേദപുസ്തകത്തിലെ വാക്യങ്ങൾ കർത്താവ് കോട്ട് ചെയ്തുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുകയും അത് കോട്ട് ചെയ്തുകൊണ്ട് തൻ്റെ പഠിപ്പിക്കലുകൾക്ക് ബലം നൽകുവാനായിട്ട് അത് കോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. കർത്താവിനെ സാത്താൻ പരീക്ഷിക്കുന്നിടത്തും കർത്താവ് ഓരോ മറുപടി കൊടുക്കുന്നതും ഈ ന്യായപ്രമാണത്തിൽ നിന്നുള്ള വാക്യങ്ങളാണ് കർത്താവ് എടുത്ത് മറുപടി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവവചന, ന്യായപ്രമാണം, സിനഗോഗ് വിദ്യാഭ്യാസം വരെയുള്ള കാലഘട്ടത്തിൽ തനിക്ക് ലഭിച്ച അവസരത്തിൽ ഏറ്റവും ആഴമായും താല്പര്യത്തോടെയും കർത്താവ് ന്യായപ്രമാണവും ദൈവവചനവും തീഷ്ണതയോടെ, ആഗ്രഹത്തോടെ, താല്പര്യത്തോടെ പഠിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിന് പല ഒരു ഘടകങ്ങളുണ്ട്. അവൻ്റെ ഭവനത്തിൽ നിന്ന് കിട്ടിയ ഒരു പരിശീലനമുണ്ട്, അമ്മയിൽ നിന്ന് കിട്ടിയ പരിശീലനമുണ്ട്, പിതാവിനെ പറ്റിയും പറയുന്നുണ്ട്, നീതിമാനായിരുന്നു എന്നൊക്കെ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഭക്തനായ, നീതിമാനായ ജോസഫിൽ നിന്ന് കിട്ടിയ പിന്തുണയും സഹായങ്ങളുമുണ്ട്. പിന്നീട് കർത്താവ് താല്പര്യത്തോടെ സിനഗോഗിൽ പോയി പഠിക്കുമ്പോൾ താല്പര്യത്തോടെ പഠനത്തെ എടുത്ത് അങ്ങനെ വളരെ തീഷ്ണതയോടെ കർത്താവ്
തൻ്റെ ബാല്യകാലത്തിൽ ദൈവവചനവും ന്യായപ്രമാണവും പഠിച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 3 ഭാഷകളെങ്കിലും കർത്താവ് സംസാരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ന്യായപ്രമാണം പഠിക്കുമ്പോൾ എബ്രായ ഭാഷയും, കാരണം കർത്താവ് പിന്നീട് ന്യായപ്രമാണമൊക്കെ കോട്ട് ചെയ്യുന്നിടത്ത് കൂടുതലും ഹീബ്രു കൊട്ടേഷൻസ് ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ന്യായപ്രമാണം പഠിക്കുന്നത് എബ്രായ ഭാഷയിലും, കർത്താവ് സംസാരിച്ചിരുന്ന ലോക്കലി ആ പ്രദേശത്തെ ആളുകൾ സംസാരിച്ചിരുന്ന ഭാഷ അരമായ ഭാഷയാണ്, അരമായിക്ക. അപ്പോൾ സംസാര ഭാഷയായ അരമായ ഭാഷയും അതുപോലെ തന്നെ അന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഗ്ലോബൽ ലാംഗ്വേജായിട്ട് നിലനിന്നിരുന്ന ഗ്രീക്ക് ഭാഷയും, ഈ 3 ഭാഷയും കർത്താവ് വശത്താക്കിയിരുന്നു. ആ 3 ഭാഷയും ഉപയോഗിച്ചിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഹീബ്രു ഭാഷ, എബ്രായ ഭാഷ, അത് ന്യായപ്രമാണം പഠിക്കുവാൻ തക്കവണ്ണം, താൻ ജനിച്ചു വളർന്ന ദേശത്തെ സംസാര ഭാഷയാവുന്ന അരമായ ഭാഷ, അതുപോലെ തന്നെ അവിടെ അദ്ദേഹം ഗ്രീക്ക് യവന ആളുകളൊക്കെ ആ പ്രദേശത്തുണ്ടായിരുന്നത് കൊണ്ടും ഗ്രീക്ക് ഭാഷ അന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഔദ്യോഗിക ഭാഷയായിട്ട്, ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ടൊക്കെ നിലനിന്നതുകൊണ്ട് ഗ്രീക്ക് ഭാഷയും, ഈ 3 ഭാഷകൾ കർത്താവ് വശത്താക്കിയിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, അതവിടെ അവസാനിപ്പിക്കും. ഇതിന് ശേഷം പിന്നീടുള്ള അടുത്ത ഒരു സംഭവം കർത്താവിൻ്റെ 12 വയസ്സിൽ ദേവാലയത്തിലേക്ക് പോകുന്നതാണ്. അത് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. 12 വയസ്സാകുമ്പോൾ ഒരു യഹൂദ ബാലന് കിട്ടുന്ന, നമ്മൾ പറഞ്ഞു സുനോഗോഗ് വിദ്യാഭ്യാസത്തെ പറ്റിയൊക്കെ പറഞ്ഞു, അതൊക്കെ വിജയകരമായി പൂർത്തിയാക്കുമ്പോൾ ഒരു യഹൂദ ബാലന് കിട്ടുന്ന ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അഭിമാനകരമായ ടൈറ്റിലാണ് ന്യായപ്രമാണത്തിൻ്റെ പുത്രൻ എന്നുള്ള ടൈറ്റിൽ. അപ്പോൾ കർത്താവ് സുനഗോഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി 12ാമത്തെ വയസ്സിൽ ന്യായപ്രമാണത്തിൻ്റെ പുത്രൻ എന്നുള്ള ആ ടൈറ്റിൽ സ്വന്തമാക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു സന്തോഷ സൂചകമെന്നോണം ദേവാലയത്തിൽ പോകുവാനൊക്കെ ആയിട്ട് ഇതിന് ശേഷം മാതാപിതാക്കൾ ഈ യഹൂദ ബാലന്മാരെയും കൊണ്ട് ദേവാലയത്തിലേക്ക് പോകുന്ന പതിവുണ്ട്. 12ാമത്തെ വയസ്സിൽ പെസഹ പെരുന്നാളിനോടനുബന്ധിച്ച് പെരുന്നാൾ ആഘോഷിക്കുവാൻ തക്കവണ്ണം യേശു കർത്താവിനെയും മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു? ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നു. ദേവാലയത്തിൽ പെസഹ യഹൂദന്മാരുടെ വളരെ പ്രധാനപ്പെട്ട പെരുന്നാളാണ്, വലിയ ആഘോഷമാണ്. അവിടെ ഒരുപാട് കാഴ്ചയെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ കർത്താവിൻ്റെ ശ്രദ്ധ അവിടെ പോകുന്നത് എവിടെയാണ്? ദേവാലയത്തിൻ്റെ പ്രധാന ഭാഗത്ത് മതമേലധ്യക്ഷന്മാരും പരീശന്മാരും ഒക്കെ ഇരുന്ന് ദൈവവചനത്തെപ്പറ്റി ആഴമായ ചർച്ചകൾ നടത്തുന്ന സ്ഥലത്തേക്കാണ് കർത്താവിൻ്റെ ശ്രദ്ധ പോകുന്നത്. അപ്പോൾ താൻ സിനഗോഗിൽ വെച്ച് പഠിച്ചതും അവിടെ വെച്ച് തൻ്റെ ഉള്ളിലുണ്ടായതുമായ ചോദ്യങ്ങളും സംശയങ്ങളും ആ ആശയങ്ങളുമൊക്കെ കർത്താവ് എന്ത് ചെയ്യുന്നു? ദേവാലയത്തിൽ ചെന്നിട്ട് ഈ വളരെ പ്രഗത്ഭരായ അതീവമായ ആഴത്തിലുള്ള അറിവുള്ളതായ പരീശന്മാരും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്ന ഇടത്തിലേക്ക് കർത്താവ് ചെല്ലുകയും അവരോട് കർത്താവ് ഒരു സംവാദത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ കർത്താവിൻ്റെ അറിവും കർത്താവിൻ്റെ സംസാരവും ഈ ന്യായപ്രമാണത്തെ പറ്റിയുള്ള കർത്താവിൻ്റെ ഗൗരവതരമായിട്ടുള്ള അറിവും ആഴത്തിലുള്ള അറിവും ഒക്കെ കണ്ടിട്ട് അവർ അത്ഭുതപ്പെട്ടതായിട്ട് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ അവരുമായിട്ടുള്ള ഈ സംവാദവും ചർച്ചകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിന്നിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? മാതാപിതാക്കളോടൊപ്പം മടങ്ങിപ്പോകുന്ന കാര്യം പോലും അവൻ മറന്നു പോകുന്നുണ്ട്. അപ്പം ഇവർ പൊതുവെ ദേവാലയത്തിലേക്ക് യഹൂദന്മാരിങ്ങനെ പെരുന്നാളിനൊക്കെ പോകുന്നത് കൂട്ടമായിട്ടാണ്, ഒരു വലിയ ആളുകളുടെ ഒരു കൂട്ടമായിട്ടോ, ഒരു പ്രദേശത്തെ ആളുകളോ ഒരു കുടുംബമായിട്ടോ ഒക്കെ ഇങ്ങനെ കൂട്ടമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൽ ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അയൽക്കാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദേവാലയത്തിൽ പോയി മടങ്ങി വരുമ്പോൾ കർത്താവിൻ്റെ അമ്മയും അപ്പം വിചാരിക്കുന്നത് ഈ കൂട്ടത്തിൽ എവിടെയെങ്കിലും മറ്റ് കുട്ടികളോടൊപ്പം കർത്താവും കാണും, അല്ലെ ബന്ധുക്കളുടെ ഇടയിൽ കാണും എന്നൊക്കെയാണ്. 3 ദിവസം യാത്ര ചെയ്ത് കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് തങ്ങളുടെ കൂട്ടത്തിൽ കർത്താവില്ലാന്ന്. അങ്ങനെ അവർ തിരിച്ച് എവിടെ നഷ്ടപ്പെട്ടു എന്നറിയാതെ ഭാരപ്പെട്ട് തിരിച്ച് ദേവാലയത്തിൽ ഓടി ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് ഈ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ഒക്കെ ഇടയിൽ ഇരുന്നു കൊണ്ട് അവരുമായിട്ട് ചർച്ച ചെയ്യുന്ന 12 വയസ്സുകാരനായ കർത്താവിനെയാണ് കാണുന്നത്. അത് കണ്ട് അവർ അത്ഭുതപ്പെടുകയും അമ്മ അവനോട് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, നീ എന്തുകൊണ്ട് ഞങ്ങളോട് ഇത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് കൊടുക്കുന്ന മറുപടിയൊക്കെ വളരെ പ്രസക്തമാണ്. എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ എന്നുള്ള. അപ്പോൾ കർത്താവിന് ആ 12ാമത്തെ വയസ്സിൽ തന്നെ, ചെറിയ പ്രായത്തിൽ തന്നെയുള്ള തൻ്റെ ഇടമേതാണെന്നും തൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധവും തൻ്റെ നിയോഗവും അതിനെപ്പറ്റിയൊക്കെയുള്ള കർത്താവിൻ്റെ ആഴമായ അറിവിനെയും താല്പര്യത്തെയും നമുക്കവിടെ കാണുവാനായിട്ട് ഇടയാവുന്നുണ്ട്. അത് കർത്താവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ ഒരു സംഭവമാണ്. പിന്നെ കർത്താവിൻ്റെ ഈ രൂപീകരണത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്ത,
അതിനെ സ്വാധീനം ചെയ്ത ചില ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി വേഗത്തിൽ നമുക്ക് നോക്കാം. ഒന്ന് തീർച്ചയായിട്ടും കർത്താവിൻ്റെ ഭവനമാണ്, അവൻ്റെ ഫാമിലിയാണ്, അല്ലേ? നമ്മൾ മുമ്പേ പറഞ്ഞു ജോസഫ് ഒരു പക്ഷേ കർത്താവിൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു പോയിരിക്കാം. കുടുംബത്തിൻ്റെ സംരക്ഷണയുടെ ചുമതല ഒക്കെ കർത്താവിൻ്റെ മുകളിലേക്ക് വരുന്നുണ്ട്. കർത്താവ് തൻ്റെ പിതാവിൻ്റെ ജോലിയാകുന്ന തച്ച പണി തന്നെ, ആശാരിപ്പണി തന്നെ, കാർപ്പൻട്രി വർക്ക് തന്നെ ചെയ്ത് കുടുംബം നോക്കുവാനായിട്ട് ഇടയാവുന്നുണ്ട്. അപ്പോൾ ആ ഭവനത്തിലെ അന്തരീക്ഷവും, അല്ലെ, അമ്മയുടെയും അപ്പൻ്റെയും ഒക്കെ സ്വാധീനവും അവരുടെ ദൈവഭക്തിയും അവരുടെ ദൈവഭയവും അവർ കൊടുത്ത പരിശീലനവും ഒക്കെ കർത്താവിൻ്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചതായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ താൻ തൊഴിൽ ചെയ്ത ഇടങ്ങൾ, പ്രത്യേകിച്ചും ആശാരിപ്പണി ചെയ്യുമ്പോൾ മറ്റാളുകളുമായിട്ട് ഇടപെടുകയും അവരുമായിട്ട് സംവദിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ കർത്താവിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സാണ്, സ്വാധീനിച്ചിട്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. കർത്താവ് പറയുന്ന ഉപമകളിലൊക്കെ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് കർത്താവ് വളർന്നു വരുന്നത്. നമ്മൾ കണ്ടു, തിരികെ വന്ന് കർത്താവ് താമസമാക്കുന്നതൊക്കെ ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷത്തിലാണ്. കർത്താവിൻ്റെ ഉപമകളിലും നമ്മളത് കാണുന്നുണ്ട്, അല്ലേ? കർത്താവ് ഒരുപക്ഷെ തൻ്റെ ഭവനത്തിലും കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, തൻ്റെ വീട്ടിൽ നടന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, തൻ്റെ ചുറ്റുപാടുകളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഇതൊക്കെ കർത്താവിനെ പഠിപ്പിക്കുമ്പോൾ ഉപമകളായിട്ട് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? ഭവനത്തിലെ പല രംഗങ്ങൾ, ഉദാഹരണത്തിന് ഒരു നാണയം നഷ്ടപ്പെട്ടിട്ട് വീട് മുഴുവൻ അത് അരിച്ചു പെറുക്കുന്ന ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്. അതൊരു പക്ഷേ കർത്താവിൻ്റെ ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും തൻ്റെ ഭവനത്തിൽ തന്നെ നടന്നിട്ടുള്ളതായിരിക്കും. ഒരു നാണയം നഷ്ടപ്പെട്ട ദരിദ്രരായ മനുഷ്യരാണ്, ഓരോ നാണയവും അത്ര വിലപ്പെട്ടതാണ്. അപ്പോൾ നഷ്ടപ്പെട്ട ഒരു നാണയത്തിന് വേണ്ടി ഒരു പക്ഷേ അവൻ്റെ അമ്മയോ മറ്റോ നടത്തിയ ഒരു വലിയ തിരച്ചിൽ കർത്താവിൻ്റെ മനസ്സിൽ നിന്നതായിരിക്കാം. അങ്ങനെയുള്ള ഉപമകൾ നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്ത് രാത്രി വൈകി വിരുന്നിന് വരുമ്പോൾ സ്വന്തം വീട്ടിൽ വിരുന്നുകാർക്ക് ഭക്ഷണം കൊടുക്കാനില്ലാതെ അയൽവക്കത്ത് പോയി ഭക്ഷണം കടം മേടിക്കുന്ന ഒരു ഉപമ നമ്മൾ കാണുന്നുണ്ട്. അപ്പം കടമായിട്ട് മേടിക്കുന്നത്, അതും ഒരു പക്ഷേ കർത്താവിൻ്റെ വീട്ടിൽ തന്നെ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കാം. സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ വെക്കുന്നതിനെ പറ്റി കർത്താവ് പറയുന്നുണ്ട്. മക്കൾ അപ്പം ചോദിച്ചാൽ എന്ന് പറയുന്ന ഉദ്ധരണികളൊക്കെ കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരുപക്ഷെ കർത്താവ് തൻ്റെ ജീവിതത്തിൽ, തൻ്റെ ഭവനത്തിൽ കണ്ടിട്ടുള്ളതായിരിക്കാം. അപ്പോൾ കർത്താവിൻ്റെ പിന്നീടുള്ള ജീവിതത്തിലും അവൻ്റെ പഠിപ്പിക്കലുകളിലുമൊക്കെ അവൻ്റെ ഭവനം, അവൻ ജീവിച്ചു വന്ന വീടും അവൻ്റെ ഫാമിലിയും കുടുംബവും ഒക്കെ ഒരു വലിയ സ്വാധീന ശക്തിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒന്ന് ഭവനമാണ്. അവൻ ജീവിച്ചു വന്ന ആ ഭൂപ്രകൃതി, അവൻ ജീവിച്ചു വന്ന സ്ഥലങ്ങൾ. അവൻ ഒരു വളരെ മനോഹരമായ ഗ്രാമീണ ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് കർത്താവ് ജനിച്ചു വളരെ ഭംഗിയേറിയ ഒരു സ്ഥലമായിട്ടാണ് പറയുന്നത്. ചുറ്റും ഇങ്ങനെ മലകൾ ഉള്ള, മലനിരകളാൽ കൊടുമുടികളൊക്കെ ഉള്ള ചുറ്റപ്പെട്ട മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് കർത്താവ് ജനിച്ചു വളർന്നത്. ഈ നസ്രയത്തിന് ചുറ്റും സെബൂലൂൻ പർവ്വത നിരകൾ ഇങ്ങനെ അതിനെ ചുറ്റി ഉണ്ട്. ഒലീവ് മരങ്ങൾ, അത്തിവൃക്ഷങ്ങൾ, അതുപോലെ മുന്തിരി, നാരകം, ഇങ്ങനെയുള്ള കൃഷികളൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ വയലുകൾ, ധാന്യങ്ങളൊക്കെ വിളയിക്കുന്ന വയലുകളുണ്ട്. ഇതൊക്കെ നിറഞ്ഞ തനി ഗ്രാമപ്രദേശമായ ഭംഗിയുള്ള ഗ്രാമപ്രദേശത്തിലാണ് കർത്താവ് വളർന്നു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് എങ്ങനെ അറിയുന്നത്? പിന്നീട് കർത്താവ് ഉപയോഗിക്കുന്ന ഉപമകളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞു ചുറ്റും മലകൾ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ കർത്താവിൻ്റെ ചെറിയ പ്രായത്തിലോ കർത്താവിൻ്റെ യൗവന കാലത്തിലോ ഒക്കെ ആ മലകളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ശീലം കർത്താവിൻ്റെ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നതായിരിക്കാം. പിന്നീട് നമ്മൾ ഈ പരസ്യ ശുശ്രൂഷയുടെ പല കാലഘട്ടങ്ങളിലും നമ്മളത് കാണുന്നുണ്ട്. കർത്താവ് ശിഷ്യന്മാരെ വിട്ടിട്ട് തനിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് മലയിൽ കയറി പോകുന്ന ഒരു പതിവൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ഈ കർത്താവ് വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്നും അവന് കിട്ടിയതായിരിക്കാം എന്നാണ് നമ്മൾ കരുതുന്നത്. അതുപോലെ അവൻ്റെ ഉപമകൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലേ, കർത്താവ് പറയുന്നുണ്ട് കൊയ്ത്തിനായിട്ട് നിലം വിളഞ്ഞിരിക്കുന്നു, വയലുകളൊക്കെ വിളഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവകൾക്ക് കൂടുമുണ്ട് എന്ന് കർത്താവ് പറയുന്നുണ്ട്. വിതയ്ക്കുന്നവൻ വിതയ്ക്കുവാനായിട്ട് പുറപ്പെട്ടു എന്ന് പറയുന്നതായ ഉപമയുണ്ട്. നഷ്ടപ്പെട്ടു പോയ ആടിനെ അന്വേഷിച്ച് ആട്ടിടയൻ പോകുന്നതായിട്ടുള്ള ഉപമയുണ്ട്. ഇങ്ങനെയുള്ള ഉപമകളൊക്കെ എവിടെ നിന്ന്, ഈ രൂപങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടതായിരിക്കാം? കർത്താവ് വളർന്നു വന്ന അവൻ്റെ ഗ്രാമത്തിൽ അവൻ കണ്ടിട്ടുള്ള കാഴ്ചകളിൽ നിന്നും
അവൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നുമൊക്കെ രൂപപ്പെട്ടതായിരിക്കും. അപ്പോൾ കർത്താവ് വളർന്നു വന്ന പ്രകൃതിയും അവൻ്റെ ദേശവും ഒക്കെ കർത്താവിനെ സ്വാധീനിച്ച ഒരു വലിയ ഘടകമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 3, മനുഷ്യപ്രകൃതി. അവൻ ഇടപെട്ട മനുഷ്യർ, അതും കർത്താവിനെ വലിയതായിട്ട് സ്വാധീനിച്ച ഒരു സംഗതിയായിരുന്നു. കർത്താവ് വളർന്നു വരുന്നതായ ഒരു പ്രദേശം നസ്രയത്ത്, അവിടെ ഒരുപാട് വിജാതീയരായ ആളുകളും തിങ്ങിപ്പാർത്തിരുന്നത്, യഹൂദന്മാർ മാത്രമല്ല മറ്റ് ജാതിയിൽപ്പെട്ട വിജാതീയരായ ആളുകളും തിങ്ങിപ്പാർത്തിരുന്നതായ ഇടമായിരുന്നു. അപ്പോൾ കർത്താവ് തൻ്റെ ജീവിതത്തിൽ, ഈ 30 വർഷക്കാലമുള്ള ജീവിതത്തിൽ നിരന്തരമായി മറ്റാളുകളുമായിട്ടൊക്കെ ഇടപെടുന്നുണ്ട്. ആളുകളുമായി അവൻ്റെ തൊഴിൽ സംബന്ധമായും അല്ലാതെയും സാമൂഹികമായും ഒക്കെ ഈ വിവിധ തലത്തിൽപ്പെട്ട യഹൂദന്മാരുമായും വിജാതീയരായ ആളുകളുമായും ഒക്കെ കർത്താവ് ഇടപെടുന്നുണ്ട്. കർത്താവിൻ്റെ ചില ഉപമകളിൽ അങ്ങനെയുള്ള സൂചനയെ നമുക്ക് ലഭിക്കുന്നുണ്ട്, അല്ലേ? ചന്തസ്ഥലങ്ങളിലിരുന്ന് കളിയുടെ ഇടയിൽ വഴക്കടിക്കുന്ന കുട്ടികളെ പറ്റി കർത്താവ് പറയുന്നുണ്ട്. പട്ടണത്തിൽ തൻ്റെ അപ്പൻ്റെ മുതൽ വാങ്ങിയിട്ട് പട്ടണത്തിലേക്ക് പോയി അത് ദൂർത്തടിച്ച് കളയുന്ന മകനെ പറ്റി നമ്മൾ ഉപമ വായിക്കുന്നുണ്ട്, ധൂർത്തപുത്രൻ്റെ ഉപമ വായിക്കുന്നുണ്ട്. അതുപോലെ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്, മറ്റുള്ളവരെ കാണിക്കുവാനായിട്ട് തെരുവുകളിലും ആളുകൾ കാണുന്ന ഇടങ്ങളിലുമൊക്കെ നിന്ന് പ്രാർത്ഥിക്കുന്ന, തങ്ങൾ ഭക്തരാണ് എന്ന് കാണിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന, മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെ താൻ ഇടപെട്ട സമൂഹത്തിൽ താൻ കണ്ടിട്ടുള്ള മനുഷ്യരും താൻ ഇടപെട്ടിട്ടുള്ള ആളുകളുമൊക്കെ കർത്താവിനെ സ്വാധീനിച്ചിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് കർത്താവിനെ സ്വാധീനിച്ചിരുന്ന ഘടകങ്ങൾ? 1, അവൻ വളർന്നു വന്ന ഭവനം. 2, അവൻ വളർന്നു വന്ന പ്രദേശം, മലനിരകളാൽ ചുറ്റപ്പെട്ട ഗ്രാമീണമായ പ്രദേശം, അവിടുത്തെ കാഴ്ചകൾ, അവിടുത്തെ അനുഭവങ്ങൾ, അവിടുത്തെ തൊഴിലിടങ്ങൾ, അതൊക്കെ കർത്താവിനെ സ്വാധീനിച്ചിട്ടുണ്ട്. 3, അവൻ ഇടപെട്ട മനുഷ്യപ്രകൃതി, യഹൂദന്മാരും വിജാതീയരുമായി സമൂഹത്തിൽ അവൻ ഇടപെട്ടതായ മനുഷ്യരും കർത്താവിനെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതൊക്കെ കർത്താവിനെ സ്വാധീനിച്ചതായ ഘടകങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പം ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കം കാര്യങ്ങളെ നമുക്ക് വേദപുസ്തകത്തിൽ നിന്നും അറിവ് കിട്ടുന്നുള്ളൂ. ഈ 12ാമത്തെ വയസ്സ് കഴിഞ്ഞാൽ 30 വയസ്സ് വരെ കർത്താവ് എന്ത് ചെയ്തുവെന്ന് നമുക്ക് അറിയുവാനായിട്ട് കഴിയുന്നില്ല. പിന്നീട് നമുക്ക് കർത്താവിനെ പറ്റി വേദപുസ്തകത്തിൽ നിന്നും കിട്ടുന്ന അറിവ് എവിടം തൊട്ടാണ്? കർത്താവിന് 30 വയസ്സാകുന്നിടം തൊട്ടാണ്. സാധാരണ യഹൂദ റബി തൻ്റെ ഒരു പബ്ലിക് മിനിസ്ട്രി, പരസ്യമായിട്ടുള്ള തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് 30ാമത്തെ വയസ്സിലാണ്. ഏതാണ്ട് അതേ പ്രായത്തിൽ തന്നെയാണ് 30 വയസ്സായപ്പോഴാണ് കർത്താവും പരസ്യ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങി പുറപ്പെടുന്നത്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയെ പറ്റി നമ്മൾ പറയുന്നതിന് മുൻപ് വേറൊരാളെ പറ്റി കൂടെ നമ്മളൊന്ന് പെട്ടെന്ന് പറയേണ്ടത് ആവശ്യമാണത് യോഹന്നാൻ സ്നാപകനാണ്. യോഹന്നാൻ സ്നാപകൻ നമുക്കറിയാം കർത്താവിൻ്റെ റിലേറ്റീവ് തന്നെയാണ്. കർത്താവിൻ്റെ അമ്മ മറിയവും എലിസബത്തും, യോഹന്നാൻ സ്നാപകൻ്റെ അമ്മ എലിസബത്തും ചാർച്ചക്കാരായിരുന്നു, റിലേറ്റീവ്സ് ആയിരുന്നുവെന്ന് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവും യോഹന്നാനും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ, യോഹന്നാൻ കർത്താവിനേക്കാൾ 6 മാസം മാത്രം കൂടുതലുള്ള റിലേറ്റീവ്സ് ആയിട്ടുള്ള, കസിൻസ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ പ്രവർത്തനവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസാനത്തെ പ്രോഫറ്റും മരിച്ചിട്ട് ഏതാണ്ട് 400 വർഷമാകുന്നു. ഈ 400 വർഷത്തിൻ്റെ ഇടയിൽ പ്രവാചകന്മാരൊന്നും വരുന്നില്ല. ഒരു വലിയ മൗനം, സൈലൻസിൻ്റെ ഒരു കാലഘട്ടമെന്നാണ് ആ കാലഘട്ടത്തെ പറയുന്നത്. കാരണം ദൈവത്തിൽ നിന്നും ജനത്തിന് അറിയിപ്പ് നൽകിയിരുന്ന പ്രവചന ശബ്ദങ്ങളൊന്നും 400 വർഷക്കാലമായിട്ടുണ്ടാവുന്നില്ല. ആ ഒരു വലിയ സൈലൻസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ആര് വരുന്നത്? യോഹന്നാൻ സ്നാപകൻ വരുന്നത്. കർത്താവ് നസ്രയത്തിൽ വളർന്നു വരുന്ന സമയത്ത് യോഹന്നാൻ എവിടെയാണ്? യോഹന്നാൻ മരുഭൂമിയിൽ തൻ്റെ ഒരു ആത്മീയത രൂപപ്പെടുത്തുകയാണ്. നമുക്കറിയാം ചെറുപ്പം മുതലേ യോഹന്നാൻ നാസീർ വ്രതം സ്വീകരിച്ചവനാണ്. മുടി മുറിക്കുവാനായിട്ട് പാടില്ല, വീഞ്ഞ് ഉപയോഗിക്കുവാനായിട്ട് പാടില്ല, വളരെ ലളിതമായ വസ്ത്രധാരണവും ഭക്ഷണവും ഒക്കെ ശീലിച്ച് മരുഭൂമിയിൽ താമസിച്ചുകൊണ്ട് ആ ഒരു കമ്മ്യൂണിറ്റിയോട് ചേർന്ന് ആ തരത്തിൽ ഉള്ള തൻ്റെ ഒരു ആത്മീയ രൂപപ്പെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് യോഹന്നാനെ പറ്റി നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നതും. അവൻ്റെ വസ്ത്രത്തെ പറ്റി പറയുന്ന ഒട്ടക രോമം കൊണ്ടുള്ള പരിവരുത്തതായ വസ്ത്രം ധരിച്ചു, അരയിൽ തോൽവാർ കെട്ടി, ലെതർ ബെൽറ്റ് കെട്ടി. അത് ഈ നാസിർ വ്രതം എടുക്കുന്ന ആളുകളുടെ ഒരു പൊതുവായ വസ്ത്രധാരണ രീതി കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള വസ്ത്രം ധരിച്ചു, കാട്ടുതേനും
വെട്ടുക്കിളിയും ഭക്ഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആ തരത്തിൽ പ്രത്യേകമായ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് മരുഭൂമിയിൽ മറ്റ് വലിയ ഒരുപാട് ആളുകളുമായി ഒന്നും സമ്പർക്കമില്ലാതെ വിജനമായ പ്രദേശത്ത് പോയി താമസിച്ചുകൊണ്ട് യോഹന്നാൻ്റെ ആത്മീയത രൂപപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ മരുഭൂമിയിൽ ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിൽ കഴിയുകയും അവിടെ നിന്ന് ദൈവത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കുകയും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ മനസ്സിലാക്കുകയും ചെയ്തിട്ട് ആ ഒരു ബലം പ്രാപിച്ചുകൊണ്ടാണ് യോഹന്നാൻ എവിടേക്ക് സ്വന്തം ദേശത്തേക്ക് മടങ്ങി പട്ടണത്തിലേക്ക് മടങ്ങി വന്ന് ജനങ്ങളോട് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാനായിട്ട് ഇടയാവുന്നത്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും യോഹന്നാൻ പ്രസംഗിക്കുന്നത്. ഒന്നെന്തായിരുന്നു? മാനസാന്തരപ്പെടണം എന്നുള്ളതായിരുന്നു. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞു, ആളുകളൊക്കെ റിലീജിയസ് ആണ്, പക്ഷേ അവരുടെ സ്പിരിച്വാലിറ്റി നഷ്ടപ്പെട്ടു. അപ്പോൾ ധാർമ്മികമായൊരു ജീവിതം, കർമാചാരങ്ങൾ മാത്രമല്ല, അതിനുമപ്പുറമായിട്ട് ജീവിതത്തിനൊരു വിശുദ്ധി, ധാർമ്മികമായി എത്തിക്കലായിട്ടുള്ള ഒരു ജീവിതം ആവശ്യമാണ്. അതുകൊണ്ട് തെറ്റായ വഴികളിൽ നിന്ന്, അധാർമികമായ വഴികളിൽ നിന്ന്, അൺഎത്തിക്കലായിട്ടുള്ള ശീലങ്ങളിൽ നിന്ന് മാറിയിട്ട് ദൈവത്തിന് ഹിതകരമാകുന്ന ധാർമ്മികമായ ജീവിതത്തിലേക്ക് മടങ്ങി വരണം, മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അതായിരുന്നു യോഹന്നാൻ്റെ ഒരു ദൂത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ മശിഹ വന്നിരിക്കുന്നു, അവന് വേണ്ടി വഴി നിരപ്പാക്കണം. ദൈവരാജ്യം സമീപിച്ചു. ദൈവരാജ്യം സ്ഥാപിതമാകുന്ന യേശുക്രിസ്തുവിലൂടെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ വന്നിരിക്കുന്നു, മശിഹായ്ക്ക് വേണ്ടി വഴിയൊരുക്കണം. ഇതായിരുന്നു യോഹന്നാൻ്റെ ദൂതിൻ്റെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് യോഹന്നാൻ ജനത്തോട് പ്രസംഗിക്കുവാനായിട്ടിടയായത്. യോഹന്നാൻ പ്രസംഗിക്കുവാനായിട്ട് വന്നപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഈ പ്രസംഗത്തിൽ ആകൃഷ്ടരായി യോഹന്നാൻ്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. കാരണം 400 വർഷക്കാലമായി ദൈവശബ്ദം കേൾക്കാതെ, പ്രവാചകന്മാരില്ലാതെ കാത്തിരിക്കുന്ന ഒരു ജനത്തിൻ്റെ ഇടയിലേക്കാണ് ഏലിയാവിൻ്റെ ആത്മാവുമായിട്ട് യോഹന്നാൻ സ്നാപകൻ കടന്നു വന്ന് ശക്തമായ ഭാഷയിൽ യോഹന്നാൻ, ആരെയും പേടിക്കാത്ത സ്വഭാവമായിരുന്നു യോഹന്നാൻ്റെ നമ്മൾ കാണുന്നുണ്ട്. മുഖത്ത് നോക്കി ആരോടും സംസാരിക്കുവാൻ ധൈര്യമുള്ള യോഹന്നാനെയാണ് നമ്മൾ കാണുന്നത്. ഹെരോദാവിനെയൊക്കെ വളരെ നിശിതമായിട്ട് യോഹന്നാൻ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ആരെയും ഭയപ്പെടാതെ ദൈവത്തെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് അതിശക്തമായിട്ട് മാനസാന്തരപ്പെടണമെന്നും ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങണമെന്നും മശിഹായ്ക്ക് വേണ്ടി വഴിയൊരുക്കണമെന്നും പ്രസംഗിക്കുന്ന യോഹന്നാൻ്റെ ആ പ്രസംഗം ഒരുപാട് ആളുകൾ അതിൽ ആകൃഷ്ടരായി. പല ദേശത്തു നിന്ന് ആളുകൾ അവൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് എന്ത് ചെയ്തു? ഈ തങ്ങൾ മാനസാന്തരപ്പെടുന്നതിൻ്റെ അടയാളമായിട്ട്, തങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു വലിയ മാനസാന്തരത്തിൻ്റെ അടയാളമായിട്ട് അവർ യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നു, മാനസാന്തരത്തിൻ്റെ സ്നാനം സ്വീകരിക്കുന്നു. ഇങ്ങനെ യോഹന്നാൻ്റെ പ്രശസ്തി ആ ദേശത്തെല്ലാം ഇങ്ങനെ പടർന്ന് അനേക ആളുകൾ യോഹന്നാൻ്റെ അടുക്കിലേക്ക് വരുന്നതിൻ്റെ ഇടയിലാണ് ആരും കടന്നു വരുന്നത്? യേശു കർത്താവും യോഹന്നാൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. ഈ വലിയ ജനക്കൂട്ടത്തോട് ചേർന്ന് യോഹന്നാൻ സ്നാനം കഴിപ്പിക്കുന്ന ഇടത്തേക്ക് യേശു കർത്താവും കടന്നു വരുന്നുണ്ട്. അപ്പോൾ കർത്താവിനെ കാണുന്ന യോഹന്നാൻ പെട്ടെന്ന് സ്തബ്ധനായി പോകുന്നുണ്ട്, അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. യോഹന്നാൻ പറയുന്നുണ്ട്, യോഹന്നാൻ അറിയാം ഇവൻ്റെ വഴി നിരപ്പാക്കുവാനെന്നാണ് ഞാനിവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഏത് മശിഹായെ പറ്റിയാണോ താൻ പ്രസംഗിക്കുന്നത്, അവനിതാ തൻ്റെ അടുക്കലേക്ക് എന്തിനു വേണ്ടി വരുന്നു? സ്നാനം സ്വീകരിക്കുന്നതിനായിട്ട് വരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ കർത്താവിനോട് പറയുന്നത്, നീ എൻ്റെ അടുക്കൽ നിന്നല്ല, ഞാൻ നിൻ്റെ അടുക്കൽ നിന്നാണ് സ്നാനം സ്വീകരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. പക്ഷേ കർത്താവ് നിർബന്ധപൂർവ്വം യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിക്കുന്നുണ്ട്. അവിടെയും ഈ കർത്താവ് നിർബന്ധപൂർവ്വം യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു എന്ന് പറയുമ്പോഴും അതെന്തിനായിരുന്നു എന്നുകൂടി നമ്മൾ പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ ഇന്ന് കാണുന്ന, നമ്മൾ സ്വീകരിച്ച മാമോദിസ ക്രിസ്തീയ സ്നാനമല്ല യോഹന്നാനിൽ നിന്ന് കർത്താവ് സ്വീകരിച്ചത്. യോഹന്നാൻ നൽകിയത് മാനസാന്തര സ്നാനമാണ്. അങ്ങനെയാണെങ്കിൽ പാപമില്ലാത്ത കർത്താവ് എന്തിനാ യോഹന്നാൻ്റെ അടുക്കൽ പോയി മാനസാന്തര സ്നാനം സ്വീകരിക്കുന്നത്? പാപികളാണ് മാനസാന്തര സ്നാനം സ്വീകരിക്കേണ്ടത്. പിന്നെ കർത്താവ് എന്തിനാണ് മാനസാന്തര സ്നാനം യോഹന്നാൻ്റെ അടുക്കൽ നിന്ന് സ്വീകരിച്ചത്? അപ്പം അതിന് 1-2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതൊരു വലിയ ദൈവാത്മാവിൻ്റെ പ്രവർത്തനമായിരുന്നു. പൊതുവെ യഹൂദന്മാരാരും സ്നാനപ്പെടുന്ന പതിവില്ല. മറ്റ് ജാതികളിൽ നിന്ന് ഈ മതത്തിലേക്ക് ചേർന്ന് വരുന്ന ആളുകളാണ് സ്നാനപ്പെടുക. എന്നാൽ യോഹന്നാൻ്റെ പ്രസംഗം കേട്ടിട്ട് യഹൂദന്മാർ തന്നെ യോഹന്നാൻ്റെ അടുക്കൽ വന്ന് സ്നാനപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം അവിടെ ദൈവാത്മാവിൻ്റെ ഒരു വലിയ പരിവർത്തനം, ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. ആളുകളുടെ ഇടയിൽ തങ്ങളുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുകയും തങ്ങൾ പാപത്തിൽ അകപ്പെട്ടുപോയി എന്ന് തിരിച്ചറിഞ്ഞിട്ട് തങ്ങൾക്കൊരു മാനസാന്തരം ആവശ്യമാണ് എന്ന് ഹൃദയത്തിൽ ബോധ്യം വന്നിട്ടാണ്
ഈ യഹൂദന്മാർ പോലും യോഹന്നാൻ്റെ അടുക്കൽ വന്ന് സ്നാനം സ്വീകരിക്കുന്നത്. അപ്പോൾ അവിടെ ദൈവാത്മാവിൻ്റെ ഒരു വലിയ പ്രവർത്തനം നടക്കുന്നുണ്ട്. യേശു കർത്താവും ആ പ്രവർത്തനത്തിനോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അതാണ് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്. ഈ ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ കർത്താവും പങ്കുകാരനാവുകയാണ്. 2, കർത്താവ് പാപമില്ലാത്തവനാണ് നമ്മൾ പറഞ്ഞു. എന്നാൽ അവൻ ആർക്ക് വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്? പാപികൾക്ക് വേണ്ടിയാണ്. പാപികളായ നമുക്ക് വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്. ലോകത്തിലുള്ള ബാക്കി മനുഷ്യരെല്ലാം, കർത്താവ് ഒഴികെ ബാക്കി എല്ലാവരും പാപികളാണ്. അപ്പം നമുക്ക് വേണ്ടി വന്ന കർത്താവ് നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. താൻ ആരെ രക്ഷിക്കുവാനായിട്ടാണോ വന്നത്, ആർക്ക് വേണ്ടിയാണോ താൻ ജീവൻ കൊടുക്കുവാനായിട്ട് പോകുന്നത്, അവരുമായിട്ട് ഏകീഭവിക്കുക, അവരുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിൽ ഒരുവനായി നമ്മെപ്പോലെ നമ്മോട് ഏകീഭവിക്കുവാൻ വേണ്ടിയാണ്, പാപികളായ നമ്മളോട് ഏകീഭവിക്കുവാൻ, നമ്മോട് ഐഡൻറ്റിഫൈ ചെയ്യുവാൻ വേണ്ടിയാണ് പാപമില്ലാത്തവനായിരുന്നിട്ടും കർത്താവ് യോഹന്നാൻ്റെ അടുക്കൽ നിന്നും സ്നാനം സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 3, ഒരു കാര്യം കൂടി അവിടെയുണ്ട്. അവിടെയാണ് കർത്താവ് ആരാണ് എന്നുള്ള ഒരു വലിയ അഷുറൻസ് വെളിപ്പെടുന്നത്. അല്ലേ, യോഹന്നാനും കർത്താവിനെ സ്നാനം നൽകി, കർത്താവിൻ്റെ നിർബന്ധപ്രകാരം കർത്താവിന് സ്നാനം നൽകി കഴിയുമ്പോൾ അവിടെ 1-2 കാര്യങ്ങൾ വേദപുസ്തകം പറയുന്നുണ്ട്. ഒന്ന്, സ്വർഗം തുറന്നിട്ട് പരിശുദ്ധാത്മാവ് ഒരു പ്രാവ് പോലെ അവൻ്റെ മേൽ ഇറങ്ങി എന്ന് പറയുന്നുണ്ട്. അതുപോലെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളൊരു സ്വർഗത്തിൽ നിന്നുള്ള ഒരു ശബ്ദവും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ പുത്രനാണെന്നും ഇത് മശിഹായാണെന്നും വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു അനുഭവം കൂടിയായിരുന്നു, സന്ദർഭം കൂടിയായിരുന്നു സ്നാനം എന്ന് പറയുന്നത്. ആ ഒരു അഷുറൻസ് അവിടെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ 3 കാര്യങ്ങളാണ് കർത്താവിൻ്റെ സ്നാനത്തിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, അതിന് ശേഷം ഈ സ്നാനത്തിന് ശേഷം പിന്നീട് എന്താ സംഭവിക്കുന്നത്? പിന്നീട് നടക്കുന്നത് കർത്താവിൻ്റെ പരീക്ഷയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോഴൊക്കെ നമ്മൾ കാണുന്ന കർത്താവ് യോർദാനിൽ നിന്ന് സ്നാനപ്പെട്ടതിന് ശേഷം പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് എവിടേക്കാണ് പോകുന്നത്? മരുഭൂമിയിലേക്കാണ് പോകുന്നത്. മരുഭൂമിയിൽ പോയി കർത്താവ് അവിടെ 40 ദിവസം ഉപവാസത്തിലായിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സത്യത്തിൽ ഇതിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്തിനായി മരുഭൂമിയിലേക്ക് പോകുന്നത്? തൻ്റെ മേൽ ദൈവം ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ലോകത്തെ രക്ഷിക്കുക, ദൈവരാജ്യം സ്ഥാപിക്കുക, ലോകത്തെ രക്ഷിക്കുക. എന്നാൽ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇത് ചെയ്യുവാനായിട്ട് സാധിക്കുക? തൻ്റെ വഴി ഏതാണ്? ഇതിനൊരു കൃത്യമായ ഉത്തരം ലഭിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് മരുഭൂമിയിലേക്ക് പോവുകയും ഈ 40 ദിവസം ദൈവവുമായുള്ള ബന്ധത്തിൽ താൻ ഇതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൻ്റെ വഴി, തന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായ, താൻ ഈ ലോകത്തിലേക്ക് വന്നതായ ഉദ്ദേശം നിവർത്തിക്കുന്നതിനുള്ള മാർഗം ഏതാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം മരുഭൂമിയിലേക്ക് ചെന്ന് അവിടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവ് 40 ദിവസത്തോളം ആയിരിക്കുക. ഈ 40 ദിവസത്തിൻ്റെ ഇടയിൽ അവൻ ഭക്ഷണം കഴിക്കുവാൻ പോലും മറന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെയാണ് ഭക്ഷണം പോലും കഴിക്കാതെ 40 ദിവസം തൻ്റെ വഴി ഏതാണ്, തൻ്റെ മാർഗം ഏതാണ്, എങ്ങനെയാണ് താൻ ഈ ദൗത്യം പൂർത്തീകരിക്കേണ്ടത് എന്ന് ആലോചിക്കുന്ന കർത്താവിൻ്റെ അടുക്കലേക്കാണ് എന്ത് വരുന്നത്? പരീക്ഷകൻ വരുന്നത്. കർത്താവ് 3 പരീക്ഷകൾ നേരിടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ പരീക്ഷകളെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതൊരു പ്രത്യേക സംഭവമായിട്ടൊരു, അല്ലെ, നമ്മൾ കാണുന്നത് പോലെ ഒരു സാത്താൻ്റെ ഒരു രൂപം കർത്താവിനോട് വന്ന് സംസാരിക്കുന്ന ഒരു പരീക്ഷയായിട്ടാണോ നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്? വേദപുസ്തകം പറയുന്നുണ്ട് കർത്താവ് നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഈ കാലഘട്ടത്തിൽ നേരിടുന്ന പരീക്ഷ ഏതൊരു മനുഷ്യനും നേരിടുന്ന പരീക്ഷ പോലെ തന്നെയാണ് കർത്താവും പരീക്ഷിക്കപ്പെട്ടത്. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട് സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അപ്പോൾ നമ്മൾ നേരിടുന്ന അതേ രീതിയിലാണ് കർത്താവ് പരീക്ഷിക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഈ പരീക്ഷകളുടെ അർത്ഥം എന്താ? കർത്താവ് നേരിട്ട ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ആണ്. ഹൃദയത്തിൽ കർത്താവ് നേരിടുന്നതായ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ആയിട്ട് നമുക്ക് ഈ 3 പരീക്ഷകളെയും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് താൻ ഈ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കേണ്ടത്? അല്ലേ, ഇതിനു മുൻപ്, തന്നേക്കാൾ മുൻപ് ഈ ലോകത്തിൽ പല മഹാന്മാരായ മനുഷ്യരുണ്ടായിട്ടുണ്ട്, പല രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്, നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. അവരൊക്കെ അവരുടെ രാജ്യം സ്ഥാപിച്ചിട്ടുണ്ട്. അതിന് അവരുടേതായ വഴികൾ ഉപയോഗിച്ചു. ചിലർ യുദ്ധത്തിലൂടെ അത് നേടിയെടുക്കുവാനായിട്ട് സാധിച്ചു, അക്രമത്തിലൂടെ നേടിയെടുത്തു, വലിയ പട്ടാളത്തെയും
പിൻഗാമികളെയും ഒക്കെ സൃഷ്ടിച്ച്, ആരാധകരെ സൃഷ്ടിച്ച് അത് നേടിയെടുക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അത്ഭുതങ്ങൾ കാണിച്ച് നേടിയെടുക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ തൻ്റെ മുൻപേ ലോകത്തിൽ പല മഹാന്മാരായ ആളുകൾ ചെയ്തതുപോലെ തന്നെയാണോ താനും ചെയ്യേണ്ടത്, അതോ മറ്റേതെങ്കിലും വഴിയിലൂടെയാണോ താൻ ചെയ്യേണ്ടത്? ഈ ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ആണ് കർത്താവിൻ്റെ പരീക്ഷകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഒന്നാമത്തെ പരീക്ഷ എന്താ? സാത്താൻ്റെ ആദ്യത്തെ പരീക്ഷ കർത്താവിനോട് പറയുന്നതായിട്ടാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത്. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാനായിട്ട് കൽപ്പിക്കുക. അല്ലെ, 40 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതെ വിശന്നിരിക്കുന്ന കർത്താവിന് തൻ്റെ മുൻപിൽ മരുഭൂമിയിൽ കിടക്കുന്ന വെളുത്ത നിറത്തിലുള്ള കല്ലുകൾ കാണുമ്പോൾ ഉള്ളിലുണ്ടാവുന്ന സാത്താൻ നൽകുന്നതായൊരു തോന്നലാണ് ഈ കല്ലുകളെ അപ്പമായിട്ട് മാറ്റിയെടുക്കുക, അത്ഭുതത്തിലൂടെ അല്പമാക്കി മാറ്റി അത് ഭക്ഷിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? ശരിക്കും അത് കല്ല് അപ്പമാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തിയെ പറ്റിയല്ല പറയുന്നത്, മറിച്ച് ദൈവം നൽകിയിരിക്കുന്ന ശക്തി, അല്ലെങ്കിൽ തന്നിൽ കുടികൊള്ളുന്നതായ ദൈവികമായ ശക്തി, അത് സ്വന്തം നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. തനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ ശക്തികൾ തൻ്റെ സ്വന്തമായ നേട്ടത്തിനും തൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കാമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ കർത്താവ് തൻ്റെ വിശപ്പ് മാറ്റുവാൻ വേണ്ടി തൻ്റെ ദൈവികമായ ശക്തി ഉപയോഗിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ട്, ആ ദേശത്ത് നമുക്കറിയാം ഒരുപാട് ദരിദ്രരായ മനുഷ്യരുണ്ടായിരുന്നു, ഭക്ഷണത്തിന് വേണ്ടി വിശക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട്, അങ്ങനെ ഒരു അത്ഭുതം കാണിച്ചുകൊണ്ട്, അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തുകൊണ്ട് അവരുടെ ഒരു നേതാവായിട്ട് മാറുവാനുള്ള, അല്ലെങ്കിൽ അവരുടെ അവരുടെ ആവശ്യം നടത്തി കൊടുക്കുന്ന ആളെ എപ്പോഴും ആളുകൾ ഫോളോ ചെയ്യും. അപ്പോൾ അങ്ങനെ അവരുടെ ചില ആവശ്യങ്ങൾ കൊടുത്തുകൊണ്ട് അങ്ങനെ പ്രലോഭിപ്പിച്ച് ജനത്തെ തൻ്റെ പിന്നാലെ കൂട്ടി തൻ്റെ ഉദ്ദേശം നടപ്പാക്കി എടുക്കുക എന്നുള്ളതായ ഒരു മാർഗം അവിടെ കർത്താവിൻ്റെ മുൻപാകെ വയ്ക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് തീരുമാനിക്കുന്നു അതല്ല തൻ്റെ വഴി. ഭൗതികമായ ചില പ്രലോഭനങ്ങൾ കണ്ടിട്ടല്ല ജനം തൻ്റെ പിന്നാലെ വരേണ്ടത്. അങ്ങനെയല്ല ദൈവരാജ്യം സ്ഥാപിതമാകേണ്ടത്. ജനത്തെ ആകർഷിക്കുവാൻ വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത് തൻ്റെ ജനത്തിൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുത്ത് ജനത്തെ കൂട്ടിയല്ല തൻ്റെ വഴി മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് കർത്താവ് അവിടെ തീരുമാനിക്കുന്നു. ഇതാണ് കർത്താവിൻ്റെ ആദ്യത്തെ പരീക്ഷയുടെ രണ്ട് തലങ്ങളെന്ന് പറയുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ ശക്തി സ്വന്തം ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ശരിയാണോ അല്ലയോ അല്ല എന്നുള്ളത് കർത്താവ് എടുക്കുന്ന തീരുമാനം. രണ്ട്, തന്നെ കാത്തിരിക്കുന്ന ജനങ്ങളുടെ ആഗ്രഹപ്രകാരം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തിട്ട് അങ്ങനെ പ്രലോഭിപ്പിച്ച് ആളുകളെ തൻ്റെ പിന്നാലെ കൂട്ടി തൻ്റെ ഉദ്ദേശം നേടിയെടുക്കുന്നത് ശരിയായ മാർഗമാണോ? അതും കർത്താവ് തീരുമാനിക്കുന്നു. അങ്ങനെയുള്ളതല്ല തൻ്റെ മാർഗം എന്ന് കർത്താവ് തീരുമാനിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് കർത്താവ് അവിടെ പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു എന്നുള്ളത്. ഇങ്ങനെയല്ല ജനത്തെ നേടിയെടുക്കേണ്ടത്. അല്ലെങ്കിൽ അപ്പം മാത്രമല്ല, അതിനേക്കാൾ ആഴമായ ചില ആവശ്യങ്ങൾ മനുഷ്യനുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ദൈവമാണ് ദൈവത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ വിശപ്പിനെ, ആത്മീയതയ്ക്ക് വേണ്ടിയുള്ള മനുഷ്യൻ്റെ വിശപ്പിനെ, രക്ഷയ്ക്ക് വേണ്ടിയുള്ള മനുഷ്യൻ്റെ വിശപ്പിനെ അഡ്രസ്സ് ചെയ്യേണ്ടതാണ് തൻ്റെ ദൗത്യം എന്നുള്ള ഒരു വലിയ തീരുമാനം കർത്താവിൻ്റെ ഈ ഒന്നാമത്തെ പരീക്ഷ പൂർത്തീകരിക്കുന്നതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ പരീക്ഷയിലേക്ക് വരുമ്പോൾ എന്താ കാണുന്നത്? നീ ദൈവപുത്രനാണെങ്കിൽ താഴോട്ട് ചാടുക എന്ന് പറയുന്നുണ്ട്. ഈ ദേവാലയം, യെരുശലേം ദേവാലയം ഒരു മലയുടെ മുകളിലാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് ഏതാണ്ട് 450 അടിയോളം വലിയ കൊക്കയാണ്, താഴേക്ക് വലിയ താഴ്ചയുള്ള ഭാഗമുണ്ട്. അപ്പോൾ സാത്താൻ കർത്താവിൻ്റെ മുൻപിൽ വെക്കുന്ന രണ്ടാമത്തെ പ്രലോഭനം എന്താ? ഇവിടെ ഈ വലിയ കൊക്കയുടെ അടുത്ത് എന്നിട്ട് താഴോട്ട് ചാടുക. 450 അടി താഴേക്കുള്ള ഈ വലിയ കൊക്കയിലേക്ക് ചാടി അപകടമൊന്നും പറ്റാതെ, മരണം പറ്റാതെ താൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു വരുന്നത് കാണുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? നിന്നിൽ വിശ്വസിക്കുവാനായിട്ടിടയാവും. ഇങ്ങനെ ചില മാജിക്ക് കാണിച്ചുകൊണ്ട്, ചില അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് ജനത്തെ നിനക്ക് പെട്ടെന്ന് നിന്റെ അടുക്കലേക്ക് ആകർഷിച്ചു കൂട്ടുവാനായിട്ട് സാധിക്കും. എന്നാൽ കർത്താവ് തീരുമാനിക്കുന്നു, അങ്ങനെയല്ല എനിക്ക് ജനത്തിനെ ആകർഷിക്കേണ്ടത്. അതിന് മറ്റൊരു തലം കൂടിയുണ്ട്. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, നിന്റെ കാൽ കല്ലിന്മേൽ തട്ടാതെ വണ്ണം അവൻ നിന്നെ പരിപാലിക്കുമെന്ന് പറയുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു ഉറപ്പാണ്. അപ്പോൾ ദൈവം നൽകിയിരിക്കുന്ന ഉറപ്പിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാനുള്ള പ്രലോഭനം കൂടി അവിടെയുണ്ട്. അങ്ങനെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മുകളിൽ നിന്ന് താഴോട്ട് ചാടിയാൽ എന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനല്ലേ? ദൈവം നൽകിയിരിക്കുന്ന ഉറപ്പ് സത്യമാണോ
എന്നൊന്ന് പരീക്ഷിച്ച് നോക്കിക്കൂടെ എന്നുള്ള ഒരു പ്രലോഭനമായിട്ടുകൂടി സാത്താൻ്റെ ആ പ്രലോഭനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ദൈവം നൽകിയിരിക്കുന്ന ഉറപ്പിനെ സംശയിക്കുകയോ അതിനെ ടെസ്റ്റ് ചെയ്യുകയോ പരീക്ഷിക്കുകയോ ചെയ്യുവാനായിട്ട് പാടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ പരീക്ഷ ഈ രണ്ട് തരത്തിൽ നമുക്ക് മനസ്സിലാക്കും. ഒന്നെന്താണ്? അത്ഭുതം കാണിച്ചുകൊണ്ട് ജനത്തെ തൻ്റെ അടുക്കലേക്ക് അട്രാക്റ്റ് ചെയ്യുക. മുകളിൽ നിന്ന് താഴേക്ക് ചാടി ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടു വന്നിട്ട് ജനത്തെ തന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. രണ്ട്, ദൈവവചനത്തിലൂടെ ലഭിക്കുന്ന ഉറപ്പിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കി ഉറപ്പ് വരുത്തുക. ഈ രണ്ട് പ്രലോഭനങ്ങളെയും കർത്താവ് അവിടെ ദൈവവചനത്തിലൂടെ വിജയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. മൂന്നാമത്തെ പരീക്ഷ എന്താ നമ്മൾ കാണുന്നത്? സാത്താൻ പറയുകയാണ്, എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് നൽകാം. എന്താ? ലോകത്തിൻ്റെ പ്രതാപങ്ങൾ കാണിച്ചു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന സ്ഥാനത്ത് ചെന്ന് താഴേക്ക് നോക്കുമ്പോൾ അവിടെ ഈ ഭരണാധികാരിയുടെ നേട്ടങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിക്കും. ഈ ഭരണാധികാരി എങ്ങനെയാണ് രാജ്യം കീഴടക്കി ഭരിക്കുന്നത്? അവിടെ അവൻ്റെ സൈന്യങ്ങളുണ്ട്. സൈന്യങ്ങൾ നഗരത്തിലൂടെ റോന്ത് ചുറ്റുന്നുണ്ട്. സൈനികമായ ബലമൊക്കെ ഉപയോഗിച്ച് അക്രമത്തിലൂടെയൊക്കെ ദേശത്തെ വരുതിയിലാക്കി നിർത്തുന്ന അനുഭവങ്ങളൊക്കെ കാണുവാനായിട്ട് ഇടയാവും. അപ്പോൾ ഇങ്ങനെ ലോകത്തിലൊരു രാജാവ് ഭരിക്കുന്നത് പോലെയാണോ ദൈവരാജ്യം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരേണ്ടത്? താൻ തൻ്റെ അനുയായികളെ കൂട്ടി മറ്റ് യഹൂദന്മാർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു രാജാവ് വരുമെന്ന, അങ്ങനെ ഒരു മശിഹ വരുമെന്ന. ഈ മശിഹ വന്നിട്ട് ശത്രു രാജ്യങ്ങളെയൊക്കെ കീഴടക്കി യഹൂദന്മാരുടെ അവരെ പ്രശസ്തരാക്കി ലോകത്തിൻ്റെ മുഴുവൻ രാജാവായിട്ട് ഈ മശിഹ ഇരിക്കും എന്നുള്ളതാണ്. ഒരു പൊളിറ്റിക്കൽ മശിഹയെയാണ് യഹൂദന്മാർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണോ താനും ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യം കർത്താവിൻ്റെ മുൻപാകെയുണ്ട്. ഈ ലോകത്തിൻ്റെ പ്രതാപങ്ങൾ കണ്ടു എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. മറ്റ് ഭരണാധികാരികളൊക്കെ ലോകം നേടി രാജാവായിരിക്കുന്നത് പോലെ താനും അങ്ങനെയാണോ ഈ ലോകത്തിൻ്റെ രാജാവായിട്ട് മാറേണ്ടത്? ദൈവരാജ്യം അങ്ങനെയാണോ ഇവിടെ സ്ഥാപിതമാക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ താൻ എന്ത് ചെയ്യണം? തൻ്റെ ചില ആദർശങ്ങളും തൻ്റെ ചില മൂല്യങ്ങളും ഒക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ തൻ്റെ ആദർശങ്ങളൊക്കെ വിട്ട് തൻ്റെ മൂല്യങ്ങളൊക്കെ വിട്ടിട്ട് ലോകത്തിലെ മറ്റൊരു ഭരണാധികാരിയെ പോലെ താനും ഭരണം നേടിയെടുക്കണമോ എന്നുള്ളതായ ഒരു ചോദ്യമാണ് ഈ മൂന്നാമത്തെ പരീക്ഷയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെയും കർത്താവ് പറയുന്നു, സാത്താനെ എന്നെ വിട്ട് പോകൂ എന്ന് പറയുന്നുകൊണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ദൈവവചനം കർത്താവ് ഉദ്ധരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നോ ദൈവത്തിൻ്റെ വഴിയിൽ നിന്നോ ആ ആദർശങ്ങളിൽ നിന്നോ ആ മൂല്യങ്ങളിൽ നിന്നോ ഒരു ഇഞ്ച് പോലും മാറുവാനായിട്ട് പാടില്ല. ലോകത്തിൻ്റെ വഴിയല്ല ദൈവമക്കളുടെ വഴി എന്നുള്ളതാണ് ആ പരീക്ഷയിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് കർത്താവിൻ്റെ പരീക്ഷയുടെ 3 തലത്തെ ഇങ്ങനെ കൂടി നമുക്കൊന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കർത്താവ് നേരിട്ട പരീക്ഷകൾ അത് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉൾക്കാഴ്ചകൾ എന്താ? ഒന്ന്, എത്ര ഉയർന്ന ആത്മിക നിലവാരത്തിലും അതിന് ചേർന്നതായ പരീക്ഷയുണ്ടാവും അല്ലേ? കർത്താവ് സ്നാനമേറ്റു, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എവിടേക്ക് പോകുന്നു? മരുഭൂമിയിലേക്ക് പോകുന്നു. അവിടെ ദൈവവുമായിട്ട് 40 ദിവസം ദൈവ സംസർഗത്തിലായിരിക്കുന്നു. അതിൻ്റെ മധ്യത്തിലാണ് പരീക്ഷ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ആത്മീയമായി സ്പിരിച്വലായി നമ്മൾ എത്ര ഉന്നതിയിൽ നിന്നാലും അതിന് ചേർന്നതായ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വരുവാനായിട്ട് സാധ്യത. നമ്മൾ കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ കൂടുതൽ ശക്തമായ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വരുവാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ ഒരു പാഠം. 2, പരീക്ഷിക്കപ്പെടുന്നത് പാപമല്ല. പിന്നെ എന്താ പാപം എന്ന് പറയുന്നത്? ഈ പരീക്ഷയിൽ തോറ്റുപോകുന്നതാണ്, പരീക്ഷയിൽ അകപ്പെട്ടു പോകുന്നതാണ് പാപം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം കർത്താവും പരീക്ഷിക്കപ്പെട്ടു. കർത്താവ് പാപമില്ലാത്തവനാണ് നമുക്കറിയാം. എന്നാൽ കർത്താവും പരീക്ഷിക്കപ്പെട്ടു. അപ്പോൾ പരീക്ഷിക്കപ്പെടുന്നത് പാപമല്ല. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. എന്നാൽ ആ പരീക്ഷയിൽ തോറ്റുപോകുന്നതാണ്, പരീക്ഷയിൽ അകപ്പെട്ടു പോകുന്നതാണ്, ആ ടെംപ്റ്റേഷൻസിൽ നമ്മൾ വീണു പോകുന്നതാണ് പാപം എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. 3, കർത്താവ് പരീക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് നമുക്കെന്താ ഗുണം? വേദപുസ്തകം പറയുന്നു, താൻ തന്നെ പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാൽ, കർത്താവ് പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് പരീക്ഷയിലൂടെ കടന്നു പോകുന്ന നമ്മളോട് കർത്താവ് സഹതാപം കാണിക്കുവാൻ അവന് കഴിയും അല്ലേ? താൻ അനുഭവിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന മറ്റൊരു വ്യക്തിയോട് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില പ്രയാസങ്ങളിലൂടെയും പരീക്ഷകളിലൂടെയും കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മെ സഹായിക്കുവാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. കാരണം എന്താ? കർത്താവ് തന്നെ തൻ്റെ ജീവിതത്തിൽ പരീക്ഷിക്കപ്പെട്ടവനാ.
താൻ തന്നെ ആ പരീക്ഷയിലൂടെ കടന്നുപോയി അതിനെ വിജയിച്ചവൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ നേരിടുമ്പോൾ, ടെംപ്റ്റേഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മോട് ചേർന്ന് നിന്ന് നമ്മെ സഹായിക്കുവാൻ കഴിവുള്ളവനാണ് കർത്താവ് എന്ന് ഇത് നമുക്കൊരു ഉറപ്പ് നൽകുന്നുണ്ട്. 4, പരീക്ഷ എപ്പോഴെങ്കിലും ഒരിക്കൽ വന്നു, അതിൽ വിജയിച്ചു, അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ടെംപ്റ്റേഷൻസ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട് അല്ലേ? ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്, പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറേ കാലത്തേക്ക് അവനെ വിട്ടുപോയിന്ന, പെർമനൻ്റായിട്ട് വിട്ടുപോയി എന്നല്ല, കുറേ കാലത്തേക്ക് അവനെ വിട്ടുപോയി. പിന്നീടും പല സന്ദർഭങ്ങളിൽ പലതരത്തിൽ കർത്താവിനെ പരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കൈസരിയയുടെ ഫിലിപ്പിയിൽ വെച്ച് കർത്താവിൻ്റെ തേജസ്കരണത്തിനൊക്കെ ശേഷം പത്രോസ് പറയുന്നുണ്ട്, നീ ഇവിടെ തന്നെ താമസിച്ചാൽ മതി, കാരണം താഴെ പട്ടണത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നെ കൊല്ലുവാനായിട്ട് ആളുകൾ ഒരുക്കം കൂട്ടുന്നുണ്ട്, അതുകൊണ്ട് സേഫായിട്ട് നീ ഇവിടെ തന്നെ താമസിച്ചാൽ മതി, ഞാൻ നിനക്ക് 3 കുടിലുകൾ ഉണ്ടാക്കാം, നിനക്കും ഏലിയാവിനും മോശയ്ക്കുമായിട്ട് 3 കുടിലുണ്ടാക്കാം, സേഫായിട്ട് നീ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറയുമ്പോൾ അത് സത്യത്തിൽ സാത്താൻ്റെ ഒരു ടെംപ്റ്റേഷൻ ആയിരുന്നു. കർത്താവ് ശക്തമായ ഭാഷയിൽ സാത്താനെ എന്നെ വിട്ടുപോ എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസിനെ ശാസിക്കുന്നുണ്ട്. അത് കർത്താവ് പിന്നീട് നേരിട്ട ഒരു പരീക്ഷയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കർത്താവിനെ ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ ക്രൂശിൻ്റെ താഴെ നിന്നുകൊണ്ട് കർത്താവിനെ പരിഹസിക്കുന്നുണ്ട് അല്ലേ? നീ ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക. അതും സത്യത്തിൽ കർത്താവ് നേരിട്ട മറ്റൊരു പരീക്ഷയായിരുന്നു. ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്ന് താൻ ദൈവപുത്രനാണെന്ന് തെളിയിച്ചാൽ തൻ്റെ ഉദ്ദേശം പെട്ടെന്ന് നടക്കും എന്നുള്ളതായ ഒരു പരീക്ഷയും അവിടെ കർത്താവിന് മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഒരിക്കൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ പരീക്ഷ നേരിടുക. ഒരിക്കൽ നാം ടെംപ്റ്റഡായി ആ ടെംപ്റ്റേഷനെ നമ്മൾ വിജയിച്ചത് കൊണ്ട് ഇനിയും പരീക്ഷ ഉണ്ടാവില്ല എന്നുള്ള അർത്ഥം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാലഘട്ടത്തിലും പരീക്ഷ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട് എന്ന് നാം ഓർത്തിരിക്കേണ്ടതും ആവശ്യമാണ്. കൂടുതൽ രൂക്ഷമായി ഒരിക്കൽ നമ്മൾ ടെംപ്റ്റേഷൻസിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ചില ടെംപ്റ്റേഷൻസിനെ നമ്മൾ ഓവർകം ചെയ്താൽ ഒരുപക്ഷെ ഇതിലും ശക്തമായ കൂടുതൽ രൂക്ഷമായ പരീക്ഷകൾ, ടെംപ്റ്റേഷൻസ് ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. നാം ഒരുക്കത്തോടെ അതിനെയും വിജയിക്കേണ്ടത് ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. ഈ 4 കാര്യങ്ങളാണ് കർത്താവിൻ്റെ പരീക്ഷയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം. എത്ര ഉയർന്ന ആത്മീക നിലവാരത്തിൽ, സ്പിരിച്വൽ ലെവലിൽ നമ്മൾ നിന്നാലും അതിന് ചേർന്ന പരീക്ഷ നമുക്കുണ്ടാകുവാൻ സാധ്യതയുണ്ട്. പരീക്ഷിക്കപ്പെടുന്നത് പാപമല്ല, പരീക്ഷയിൽ വീണു പോകുന്നതാണ് പാപം. പരീക്ഷിക്കപ്പെടുന്നവരോട് സഹതാപം കാണിക്കുവാൻ തക്കവണ്ണം കർത്താവ് കഴിവുള്ളവനാണ്, കാരണം അവൻ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ്. 4, പരീക്ഷ എല്ലാ കാലത്തും നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഉണ്ടാകുവാൻ, മുന്നോട്ടുള്ള ജീവിതത്തിലും പരീക്ഷകൾ തുടർന്നും വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് പക്ഷേ ഇതിലും ശക്തമായ ടെംപ്റ്റേഷൻസ് നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് വരുവാനായിട്ട് സാധ്യതയുണ്ട് എന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശരിക്കും എന്താ ഈ ടെംപ്റ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൂടി നമ്മളൊന്ന് ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്. ശരിക്കും നമ്മൾക്ക് ചില കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ അറിയാം, ഇത് കൊള്ളത്തില്ല, ഇത് മോശമായ കാര്യമാണ്, ദോഷമായ കാര്യമാണ്. അത് ചെയ്യാതിരിക്കാൻ നമുക്കറിയാം. കൊലപാതകം ചെയ്യരുത് എന്ന് നമുക്കറിയാം. എന്നാൽ ശരിക്കും ഇതല്ല പരീക്ഷ എന്ന് പറയുന്നത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ സാധാരണമെന്ന് തോന്നുകയും കുഴപ്പമില്ല എന്ന് തോന്നുകയും എന്നാൽ അത് ദൈവത്തിൻ്റെ ഹിതത്തിന് ചേരുന്നതല്ലാത്ത കാര്യമായിരിക്കുകയും ചെയ്യുന്നതിനെയാണ് പരീക്ഷ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം നോക്കുമ്പോൾ നിർദോഷമെന്ന് തോന്നാമെങ്കിലും ദൈവഹിതത്തിന് ചേരാത്തത് ചെയ്യുവാനുള്ള പ്രലോഭനമാണ് പരീക്ഷ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. കാരണം ഇതാണ് ടെംപ്റ്റേഷൻ എന്ന് നമ്മൾ ജീവിതത്തിൽ അറിയുന്നില്ല. നമ്മൾ ഒരുപാട് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ചെയ്യുന്നതായിരിക്കാം. സാധാരണഗതിയിൽ ഇത് ചെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നും. നിർദോഷമാണ്, ഇത് കുഴപ്പമില്ലല്ലോ, ഇത് ചെയ്താൽ എന്താ കുഴപ്പം എന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് ദൈവത്തിന് ചേരുന്നതല്ല, ദൈവം ആഗ്രഹിക്കുന്നതല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്കുണ്ടാവുന്ന ടെംപ്റ്റേഷൻസിനെയാണ് പരീക്ഷ അഥവാ ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ട് കാര്യമുണ്ട്. പ്രഥമ ദൃഷ്ട്യാ ദോഷമുള്ളതല്ല, നിർദോഷമാണെന്ന് തോന്നുമെങ്കിലും ദൈവഹിതത്തിനെതിരായിട്ടുള്ളതാണ് എങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രേരണയാണ് പരീക്ഷ എന്ന് പറയുന്നത്. അത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. അതിനെ തിരിച്ചറിഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാനായിട്ട് നമുക്ക് ഇടയാവണം. കർത്താവിൻ്റെ പരീക്ഷ നമുക്ക് നൽകുന്നതായിട്ടുള്ള ഒരു മുന്നറിയിപ്പും സൂചനയും അതാണ്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ, കർത്താവിൻ്റെ ജനനവും വളർച്ചയും അവൻ്റെ വളർച്ചയിൽ സ്വാധീനിച്ചതായ ഘടകങ്ങളും കർത്താവിൻ്റെ പരീക്ഷയും കർത്താവിൻ്റെ സ്നാനവും ആ സ്നാനത്തിൻ്റെ അർത്ഥവും ഒക്കെ നമുക്കൊരുമിച്ച് ചിന്തിക്കുവാനായിട്ടിടയായി. അത് ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് വായിച്ച് ഓർമ്മയിൽ ഹൃദയസ്ഥമാക്കുവാനായിട്ട് ശ്രമിക്കുക. തുടർന്നുള്ള അടുത്ത ചാപ്റ്റേഴ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.